ശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയത്തിനായി ദൈവത്തിന് കോടാനുകോടി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മരിച്ചവർ എവിടെ, അവർ വീണ്ടും ജീവിക്കുമോ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന ബൈബിൾ സ്റ്റഡിയുടെ 10ാമത്തെ ക്ലാസ്സിലേക്ക് 2026 ജൂലൈ മാസം 7-ാം തീയതി ഏവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ മരണാനന്തരതകളെ കുറിച്ചുള്ള പഠനത്തിൽ കഴിഞ്ഞ ദിവസം ചിന്തിച്ച് അവസാനിപ്പിച്ചത് മീതെയുള്ള പാതാളത്തിലുണ്ടായിരുന്നവർ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ്. അതിൽ നിന്ന് വിവിധ വിഷയങ്ങൾ നമ്മൾ ചിന്തിച്ചിരുന്നു. ഇന്ന് രാത്രി നാം തുടർന്ന് ചിന്തിക്കുന്നത് പഴയ നിയമത്തിലെ അപൂർവ സംഭവങ്ങൾ എന്ന വിഷയത്തോട് ബന്ധത്തിലെ 5 പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് ചിന്തിപ്പാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. അതിൽ പ്രാരംഭ വിഷയം മരണം കാണാതെ ജീവനോടെ മാറ്റപ്പെട്ട മനുഷ്യർ, അവർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള വേദവസ്തുവിൽ പറഞ്ഞിരിക്കുന്ന 2 വ്യക്തികളെ, 2 കൂട്ടരെ എടുത്ത് പഠിക്കാനാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത്. അതിലൊന്ന് ഹാനോക്കും മറ്റൊന്ന് കോരകും കൂട്ടരുമാകും. ഹാനോക്കിനെ കുറിച്ചുള്ള പഠനം എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ പെട്ടെന്ന് മറ്റൊരു വ്യക്തിയാണ് ഏലിയാവ്. ഏലിയാവ് മരണം കൂടാതെ ഏലിയാവിനെ മരണം കാണാതെ എടുക്കപ്പെടുന്നില്ല, ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടെന്നേ ഉള്ളൂ. ഇവിടെ മരണത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്നുള്ള വിഷയം നമ്മൾ അത് സംബന്ധമായ വിഷയത്തിൽ ചിന്തിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു, മനുഷ്യർ മരണം കാണാതെ ജീവനോട് മാറ്റപ്പെട്ട മനുഷ്യരുടെ ബന്ധത്തിലുള്ള 2 പ്രധാന സംഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ പറയുന്ന ഏലിയാവ് മനുഷ്യനല്ലാത്തത് കൊണ്ടാണ് ഈ പറയുന്ന ഭാഗത്ത് നമ്മൾ പഠിക്കാത്തത്. ഏലിയാവ് മനുഷ്യനല്ല, ദൂതനായിരുന്നു എന്നുള്ളത് നമ്മൾ മരണാനന്തരത്തിൽ പ്രത്യക്ഷപ്പെട്ടവരോടുള്ള ബന്ധത്തിലും അതുപോലെ തന്നെ വംശാവലി കൂടാതെ ലോകത്തിനെതിരായി പ്രത്യക്ഷപ്പെട്ട വിഷയത്തിൽ അത് ചിന്തിക്കുന്നതായിരിക്കും. അടുത്ത വംശാവലി കൂടാതെ ലോകത്തിൽ നെഴായി പ്രത്യക്ഷപ്പെട്ടവർ എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ മൽക്കിസദേക്കിനെ കുറിച്ചും ഏലിയാവിനെ കുറിച്ചും പഠിക്കുമ്പോൾ ഇവർ 2 പേരും സ്വർഗത്തിൽ നിന്നുള്ള ദൂതന്മാരായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ സന്ദർഭം അത് പഠിപ്പിക്കുന്നതായിരിക്കും. പെട്ടെന്ന് എല്ലാവർക്കും ഹാനോക്കും ഏലിയാവുമാണ് എല്ലാവരുടെയും ഹൃദയത്തിൽ വരുന്നത്. എന്നാൽ നമ്മൾ ഇവിടെ പഠിക്കുന്നത് മനുഷ്യരെ സംബന്ധിച്ച മരണം കാണാതെ ജീവനോടെ മാറ്റപ്പെട്ട മനുഷ്യർ വേദവസ്തു രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹാനോക്കിനെ കുറിച്ച്. എല്ലാവരും കോരകിനെ കൂട്ടരെയും അവഗണിച്ച് കളയും, അതൊന്നും ആരും കാണത്തില്ല. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ മാത്രമേ ഹാനോക്ക് എവിടേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇവിടെ വേദവസ്തുത്തിൽ ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില പ്രധാനപ്പെട്ട വചനങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിച്ച് ചിന്തിക്കാം. ആദ്യം നമ്മൾ ഹാനോക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. എങ്ങോട്ട് എടുത്തു എന്ന് എഴുതി രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അതിനെ ഈ പറഞ്ഞ് മരണം കാണാതെ ഹാനോക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്, പറയുന്നവരുമുണ്ട്. വേദപുസ്തകം അങ്ങനെയില്ല, ബൈബിൾ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ പറയാത്ത കാര്യങ്ങളാണെങ്കിലും ചിലർ അതിനെ അങ്ങ് അവരുടെ ഇഷ്ടത്തിന് വളച്ചൊടിച്ച് അങ്ങ് പഠിപ്പിക്കും. അത് മറ്റുള്ളവർ പറഞ്ഞ് അതങ്ങ് പല്ലവിയായിട്ട് തീരുകയും ചെയ്യും. എന്നാൽ അത് തിരിച്ചൊന്ന് ചിന്തിച്ച് ബൈബിൾ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാരും നോക്കത്തില്ല. ഇപ്പൊ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അതല്ലാതെ സ്വർഗത്തിലേക്ക് എടുത്തു എന്ന് അവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ എങ്ങനെയാണ് എല്ലാവരോടും പറഞ്ഞ് ഹാനോക്കിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയെന്ന് എനിക്കറിയത്തില്ല. വേദപുസ്തകത്തിന്റെ പഠനത്തിൽ എപ്പോഴും അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളുള്ള ബന്ധത്തിലേ നാം ചിന്തിക്കാവുള്ളൂ. അതല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇട്ട് നമ്മൾ പഠിപ്പിക്കരുത്, മനസ്സിലാക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കുറച്ച് പഠിപ്പിക്കാൻ പാടില്ല. വായിക്കുമ്പോൾ ശ്രദ്ധയോടെ വായിക്കണം. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയരുത്, ഉള്ള കാര്യങ്ങൾ വിട്ട് കളയാനും പാടില്ല. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 2 ഭാഗങ്ങൾ. എബ്രായർ എഴുതിയ ലേഖനം 11-ാം അധ്യായം 5-ാം വാക്യത്തിലും അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യത്തിലും എബ്രായർ ലേഖനം 11-ാം അധ്യായം 5-ാം വാക്യത്തിലും ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഭാഗമായി പറഞ്ഞിരിക്കുന്നത് യൂദ എഴുതിയ ലേഖനത്തിന്റെ 14-15 വാക്യങ്ങളാണ്. ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നിടത്തോടൊത്തും തന്നെ
ഹാനോക്കിനെ സ്വർഗത്തിലേക്ക് എടുത്തു എന്ന് വേദപുസ്തകത്തിൽ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് അത് വചനപരമായിട്ടുള്ള സത്യമാണ്. അതുകൊണ്ട് വചനത്തോട് കൂട്ടരുത്, കുറയ്ക്കരുത്. പിന്നെയിപ്പം ഇതിൻ്റെ ട്രാൻസ്ലേഷൻ വന്നത് തെറ്റാണെന്നോ ഇനി അതങ്ങനെ ഒന്നും കൊണ്ട് സ്ഥാപിച്ചിട്ടൊന്നൊരു കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ നമ്മൾ വായിച്ചപ്പം കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മുടെ പഠിപ്പിനെ വളരെയധികം എതിർക്കാവുന്ന ഒരു സബ്ജക്റ്റ് നമ്മൾ അവിടെ വായിച്ചു. മരിച്ചവർക്ക് വേണ്ടി സ്നാനപ്പെടുന്നത് എന്തിനെന്ന് ചോദ്യം. നമ്മളന്നേരം അത് അന്നേരം അങ്ങനെ പറഞ്ഞു, ഇത് മിസ്റ്റേക്ക് വന്നതാണെന്ന് പറഞ്ഞു. ഇല്ലല്ലോ. വെട്ടിക്കളയാൻ പറഞ്ഞില്ലല്ലോ. അതിൻ്റെ കാരണം എന്താണെന്ന് പഠിപ്പിച്ചല്ലോ. അപ്പം അതുകൊണ്ട് ഇതും നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്ന ഒരു 99.99% കൃത്യമായിട്ടുള്ള ട്രാൻസ്ലേഷൻ. പിന്നെ ചില വാക്കുകൾക്കോ ചില കാര്യങ്ങൾക്കോ ഒക്കെ മൂലഭാഷയിൽ വന്ന ചെറിയ മിസ്റ്റേക്ക് കാണും, പക്ഷെ അടിസ്ഥാനമായ കാര്യങ്ങൾക്ക് മാറ്റമില്ല. അപ്പം അങ്ങനെ ഇതിനകത്തില്ലാത്തതുകൊണ്ട് അത് മറ്റേ ട്രാൻസ്ലേഷൻ അത് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആരും പഠിപ്പിക്കാൻ ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങനെ എടുത്തിട്ടുമില്ല. ഒരൊറ്റ മനുഷ്യനെ പോലും ദൈവം സ്വർഗത്തിലേക്ക് ഉടലോടെ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. അത് യേശുക്രിസ്തു മാത്രമേ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കടന്നുപോയ ഒരേ ഒരു വ്യക്തി യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. സ്വർഗാസ്വർഗത്തിലേക്ക് ഇതുവരെ ആരും കരയേറിപ്പോയിട്ടില്ല. യേശുവിൻ്റെ അമ്മ കരയേറിപ്പോയിട്ടില്ല. അവിടെ പുനരുത്ഥാനം നടന്നിട്ടില്ല. സ്വർഗാരോഹണം നടന്നിട്ടില്ല. ഒരൊറ്റ ഒരുത്തൻ മാത്രമേ ഉള്ളൂ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇപ്പൊ യേശു ക്രിസ്തുവിന്റെ മരണത്തിന് മുമ്പ് വരെ ഒരൊറ്റ മനുഷ്യൻ പോലും സ്വർഗമാകുന്ന പർദീസിലേക്കും എടുക്കപ്പെട്ടിരുന്നില്ല. സകല മനുഷ്യരും പാതാളമാകുന്ന മീതെയുള്ള പാതാളത്തിലായിരുന്നു വിശുദ്ധന്മാർ വിശ്രമിച്ചിരുന്നത്. ഇത് രണ്ടും അത് വചനപരമായിരിക്കുന്ന സത്യമായ കാര്യമാണ്. അതിനെ മാറ്റി ചിന്തിക്കാൻ പാടില്ല. അതിന് മറ്റൊരു കാര്യമില്ല. നമ്മൾ കുറച്ചും കൂടി വിശദമായിട്ട് നമ്മൾ അടുത്ത ഭാഗം ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകും. ഏലിയാവിനുള്ള വിഷയത്തിൽ ചിന്തിക്കുമ്പോൾ അതേക്കുറിച്ച് മനസ്സിലാകും. അത് ഏലിയാവ് മനുഷ്യൻ അല്ലായിരുന്നു, ദൂതനാണെന്ന് പഠിപ്പിക്കുന്ന നമ്മൾ ചിന്തിക്കുന്ന ഭാഗത്ത് അതേക്കുറിച്ച് വ്യക്തത വരുത്തുന്നതായിരിക്കും. ഈ രണ്ട് വിഷയം മനസ്സിലാകും. ഒന്ന്, ഉടലോടെ ഇതുവരെ ആരും സ്വർഗത്തിലേക്ക് മനുഷ്യരെല്ലാവരും എടുക്കപ്പെട്ടിട്ടില്ല. ആകാശത്തിൽ കടന്നുപോയ ശ്രേഷ്ഠ മകാരവനായിരിക്കുന്ന യേശു ക്രിസ്തു അല്ലാതെ ആരും സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ആരുടെയും പുനരുത്ഥാനമോ സ്വർഗാരോഹണമോ നടന്നിട്ടില്ല. അത് ആദ്യഫലമായി യേശു ക്രിസ്തു മാത്രമാണ് ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് ഹാനോക്കിനെ അങ്ങനെ എടുക്കാമായിരുന്നെങ്കിൽ, സ്വർഗത്തിലേക്ക് എടുക്കാമായിരുന്നെങ്കിൽ പിന്നീട് യേശു വരേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങനെ എല്ലാവരും എടുത്താൽ മതിയായിരുന്നു. ഏലിയാവിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ യേശു വരേണ്ട ആവശ്യമില്ലായിരുന്നു, അങ്ങനെ കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ ഇതിൽ രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹാനോക്കിനെ സ്വർഗത്തിലേക്ക് എടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ആരെങ്കിലും ഹാനോക്കിനെ മരണം കാണാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിന് വചനപരമായിരിക്കുന്ന യാതൊരു സാധ്യതയുമില്ല. അത് ദൈവപരമായിട്ട് അംഗീകരിക്കാൻ യോഗ്യമായ വചനവുമല്ല. ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ പാടില്ല. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടുള്ള വലിയ തെറ്റിദ്ധാരണകളും പിന്നീട് അത് സംബന്ധം ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു ഉദാഹരണം ഞാൻ അത് എടുത്ത് പഠിപ്പിക്കുന്നതായിരിക്കും. ഇത് മനസ്സിലാകുമ്പോൾ ഈ വിഷയം മനസ്സിലാകുന്നത്, ഹാനോക്ക് മരണം കാണാതെ എടുത്തു, അവനെ എടുക്കപ്പെട്ടു എന്നുള്ളതല്ലാതെ അവനെ എവിടേക്ക് എടുത്തു എന്നതിൻ്റെ വ്യക്തത ദൈവ വചനത്തിലില്ല. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്കങ്ങ് ചിന്തിച്ച് ഹാനോക്കിനെ സ്വർഗത്തിലേക്ക് എടുത്തു എന്ന് പഠിപ്പിച്ചാൽ അത് അംഗീകരിക്കാൻ കഴിയത്തില്ല. കാരണം യേശു കർത്താവിൻ്റെ രക്തം ചൊരിയപ്പെടുന്നവരെ മരണത്തിൽ നിന്നുള്ള ബന്ധനത്തിൽ നിന്നുള്ള മോചനമില്ലായിരുന്നു. സകലരും ബന്ധിക്കപ്പെട്ടവരായിരുന്നു. അതുകൊണ്ടാണ് ബദ്ധന്മാരായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ പാപം മോചിക്കപ്പെടാതെ, വഴി തുറക്കപ്പെടാതെ അതിലേക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഹാനോക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, പർദീസിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ള ചിന്താഗതി വചനപരമായിട്ട് തെറ്റായ കാര്യമാണ് എന്നുള്ളത് നാം വചനത്താൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇത് പറഞ്ഞിരിക്കുന്ന യൂദായുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആദം മുതൽ ഏഴാമനായ ഹാനോക്കും അവരെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അഭക്തിയോടെ ചെയ്ത എന്ന് പറഞ്ഞ് എന്താ പറയണം, 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള മഹത്വകരമായ കാഴ്ചപ്പാട് ലഭിച്ച വ്യക്തി ഹാനോക്കാണ്. ഹാനോക്കാണ് ആദ്യമായിട്ട് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പ്രവചിച്ച പ്രവാചകൻ. ഇപ്പൊ ലോകാരംഭത്തിന്റെ ആരംഭത്തിൽ തന്നെ ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുന്നവരുടെ അറിയിച്ചു കൊടുക്കാതെ
ദൈവം ഒരു കാര്യവും ചെയ്തിട്ടില്ല. അത് ആമോസിന്റെ പ്രവചനം 3-ാം അധ്യായം 6-ാം വാക്യത്തില എന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രവാചകന്മാരെ തന്റെ ദാസന്മാരെ അറിയിക്കാതെ ഒരു കാര്യം ചെയ്തു കൊടുക്കുന്ന പറഞ്ഞിട്ട് നമ്മുടെ വ്യക്തിപരമായ കാര്യം നമ്മെന്ന് പറയുന്നതല്ല എൻ്റെ അർത്ഥം. ഇപ്പം നമ്മൾ കിടന്നുറങ്ങുമ്പം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ തലേദിവസം വന്ന കർത്താവ് പറഞ്ഞു തരുമെന്നല്ല അത് മനസ്സിലാക്കേണ്ടത്. സ്വപ്ന ദർശനങ്ങളിലൂടെ വെളിപ്പാടിലൂടെ ഒക്കെ നമ്മൾ സംസാരിക്കും. പക്ഷെ എന്നാൽ ഇവിടെ പ്രവാചകന്മാരായിരിക്കുന്ന തന്റെ ദാസന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കാതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം മാനവ വംശത്തെ സംബന്ധിച്ച കാര്യങ്ങളുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ രാജ്യത്തോട് ദേശത്തോട് സംഭവിക്കുന്ന വിഷയങ്ങളുള്ള ബന്ധത്തിൽ വളരെ സുപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ചുള്ള രഹസ്യം ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന പറയുന്നത്. അല്ല നമ്മൾ നാളെ കിടന്നുറങ്ങി നാളെ രാവിലെ ഞാൻ ഇവിടുന്ന് കോട്ടയം വരെ പോകുന്ന കർത്താവിന്റെ ആത്മാവ് വന്ന് അതിനോട് രാത്രി പറയത്തില്ല. അതല്ല ഇവിടെ ഉദ്ദേശിച്ച ആമോസിന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വലിയ രഹസ്യങ്ങൾ ദൈവം തന്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ലോകത്തെ നശിപ്പിക്കാൻ പോകുന്നു. ഹാനോക്കിനോട് ദൈവം അറിയിച്ചു കൊടുത്തതാണ്, ലോകം ജലപ്രളയത്താൽ നശിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ദൂത് ഹാനോക്കിന് കിട്ടിയപ്പോൾ, ആ വചനം വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവന് മനസ്സിലായി ലോകം നശിക്കും, വെള്ളത്താൽ നശിക്കപ്പെടും. അവൻ അന്ന് മുതൽ തീരുമാനമെടുത്ത് എനിക്ക് ആ തലമുറയിൽ പെട്ടുപോകരുത്. അതുകൊണ്ട് അവനൊരു തീരുമാനമെടുത്ത് ദൈവത്തോട് കൂടെ നടന്നു. എത്ര വർഷം നടന്നത്? 300 സംവത്സരം നടന്നു. 65-ാമത്തെ വയസ്സിലാണ് അവന് ദൈവം പറഞ്ഞു കൊടുത്തത്, നീ ഉൾപ്പെടുന്ന ഈ തലമുറ നശിക്കാൻ പോകുക, വെള്ളത്താൽ നശിക്കാൻ പോകുക. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. ദൈവം പ്രവചനാത്മാവിൽ ഹാനോക്കിന് കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവന് ലഭിച്ച വചനപ്രകാരം വിചാരിച്ചു, എനിക്കൊരിക്കലും ഈ അഭക്തരായിട്ടുള്ള മനുഷ്യരോട് നശിക്കാൻ പാടില്ല. ദൈവം ചെയ്ത വചനത്തിനനുസരിച്ച് അവൻ അവന്റെ ജീവിതത്തെ ക്രമീകരിച്ചു. അവൻ 300 സംവത്സരം ദൈവത്തോടു കൂടെ നടന്നു. ആ സമയത്ത് വിവാഹ ജീവിതം നയിച്ചിരുന്നു, മക്കൾ അവനുണ്ടായിരുന്നു. ഇതൊന്നും ദൈവത്തോട് നടക്കുന്നതിന് തടസ്സമല്ല. ചില വിചാരിക്കുന്ന ദൈവത്തോട് നടക്കാൻ വേണ്ടി വിവാഹ ജീവിതം, മക്കൾ ജനിക്കുന്നത് അതൊക്കെ അതൊന്നും ശരിയല്ല എന്ന് വിചാരിക്കുന്ന ചിലരുണ്ട് പ്രിയപ്പെട്ട. അങ്ങനെയല്ല. അപ്പൊ അവര് കുടുംബജീവിതം വിശദമായിട്ട് നയിച്ചിരുന്നു, കുഞ്ഞുങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതൊന്നും പാപമോ അല്ലെങ്കിൽ ദൈവം അരുളിച്ചേർത്ത കാര്യങ്ങളല്ല, ദൈവത്തെ അനിഷ്ടമായ കാര്യങ്ങളല്ല കുഞ്ഞുങ്ങൾ ജനിക്കുന്നതൊന്നും. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളൊന്നും ആരും വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് തെറ്റായ ചിന്തകളാണ്. ചില വിചാരിക്കുന്നത് അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ജീവൻ നയിക്കണം. ഹാനോക്ക് നടന്നല്ലോ, ഹാനോക്ക് നടന്നു കഴിഞ്ഞാൽ ഹാനോക്ക് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചെന്നാണ് എൻ്റെ എഴുതിയിരിക്കുന്നത്, മക്കളെ ജനിപ്പിച്ചു. അപ്പൊ അത് വിവാഹിതനായിരുന്നു. പക്ഷെ അവൻ വിശുദ്ധിയും നയിച്ചവനായിരുന്നു. ദൈവത്തോടുകൂടെ നടക്കുന്നതിന് നിന്റെ മക്കൾ തടസ്സമല്ല, ഭാര്യ തടസ്സമല്ല, ഭർത്താവ് തടസ്സമല്ല, കുടുംബം തടസ്സമല്ല, ജോലി തടസ്സമല്ല, ഒന്നും തടസ്സമല്ല. എൻ്റെ അർത്ഥം അവൻ ഹൃദയമായി ദൈവത്തോട് പറ്റിച്ചേർന്നു. അതാണ് എൻ്റെ അർത്ഥം. ദൈവമായി നടക്കുന്നതിന് ഒന്നും തടസ്സമല്ല. എൻ്റെ മനസ്സിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ദൈവത്തോട് നടക്കണം എന്നാണെങ്കിൽ അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ പ്രത്യേകിച്ച് എങ്ങനെ നടക്കും, നമ്മളിപ്പം എല്ലാവരും നടക്കുന്ന വഴിയിൽ നിന്ന് മാറി നടക്കുന്നതാണോ ദൈവത്തോട് നടക്കുന്നത്? ഞാൻ ഇവിടുന്ന് വഴിയോട് പോകുമ്പം എല്ലാവരും നടക്കുന്ന വഴിയോടെയാണ് നടക്കുന്നത്. പക്ഷെ അത് ആ വഴിയല്ലാതെ എനിക്ക് പ്രത്യേകമായ ഒരു വഴി ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള വഴിയല്ല ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ വിട്ടുപിരിയാതെയുള്ള ഒരു ജീവിതമാർഗം അവൻ ജീവിച്ചപ്പോൾ അവന്റെ വിവാഹ ജീവിതത്തിലോ അവന്റെ ജോലി സ്ഥലത്തോ മറ്റുള്ളൊരു കാര്യങ്ങളിലും അതൊന്നും തടസ്സമായിരുന്നില്ല. കാരണം ദൈവം അവനെ വിട്ടുപിരിയാത്ത ഒരു ജീവിതത്തിനുടമയായിരുന്നു ഹാനോക്ക്. ജോസഫ് കാരാഗ്രഹത്തായിരുന്നപ്പോൾ ദൈവനോട് കൂടിയിരുന്നു, വിട്ടുപിരിഞ്ഞില്ല. ആ വിട്ടുപിരിയാത്തൊരു ബന്ധം നമുക്കുണ്ടായിരിക്കണം. അതിനെയാണ് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറഞ്ഞില്ല. സ്ഥിരതയോടെ ആ കാലഘട്ടത്തിൽ നടന്നവനായിരുന്നു ഹാനോക്ക്. അതുകൊണ്ട് ദൈവം 7-ാം തലമുറക്കാനായിരിക്കുന്ന ഹാനോക്കിനെ ദൈവം എടുത്തു, മരണം കാണാതെ. അന്ന് സ്വാഭാവികമായി മരിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. മനുഷ്യർ മരിക്കും. ഒരു കാലം ചെല്ലുമ്പോൾ ഏകദേശം 900 അങ്ങനെയുള്ള കാലഘട്ടങ്ങളാകുമ്പോൾ 500-600 ആകുമ്പോൾ, പക്ഷെ ആ തലമുറയിലെ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ ഏറ്റവും കുറവുള്ള ആയുസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹാനോക്കിനാണ്. നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ സാധിക്കും. ഒരു വർഷത്തിന്റെ കണക്ക് 365 ദിവസം. ഹാനോക്കിന്റെ ആയുസ് 365 സംവത്സരമായിരുന്നു. 65 വർഷം വരെ അവൻ ജീവിച്ചു. അതിനുശേഷമായി ദൈവം അവനോട് സംസാരിച്ചപ്പോൾ അവന്റെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം ദൈവത്തോട് വിട്ടുപിരിയാതെ ആ വലിയ വിപത്തിൽ നിന്ന് വരാൻ പോകുന്ന നാശത്തിൽ നിന്ന് എന്നെ എങ്ങനെയെങ്കിലും എടുക്കണമേ എന്ന് ഹാനോക്ക് പ്രാർത്ഥിച്ചിരുന്നു. 7-ാം തലമുറക്കാരനായിരിക്കുന്ന ഹാനോക്ക് പ്രാർത്ഥിച്ചത്
അവൻ എടുക്കപ്പെട്ടത് നിഴലായിരുന്നെങ്കിൽ ലവോദിക്ക സഭയാകുന്ന 7-ാമത്തെ സഭയോടുള്ള ബന്ധത്തിലുള്ള ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളും പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ഈ ലോകത്തിൽ വരാൻ പോകുന്നൊക്കെ എത്രയോ വലിയ മ്ലേച്ഛതകളും പാപവും ഒക്കെ വരാൻ പോകുന്നത്, വലിയ അനർത്ഥങ്ങൾ വരാൻ പോകുന്നു. ഇതൊക്കെ നമുക്കറിയാം. ഭാവികാല സംഭവങ്ങളുടെ ബന്ധത്തിൽ പഠിക്കുമ്പോൾ ലോകത്തിന് സംഭവിക്കാൻ പോകുന്ന അശുദ്ധിയെക്കുറിച്ചും ലോകത്ത് സംഭവിക്കാൻ പോകുന്ന മ്ലേച്ഛതയെക്കുറിച്ചും സാധാനിക ഭരണത്തെക്കുറിച്ചും വരാൻ പോകുന്ന കഷ്ടതകളെക്കുറിച്ചും ഒക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഹൃദയം ദൈവത്തോട് ചേർന്ന് പറ്റിച്ചേർന്ന് പറയണം, കർത്താവേ, ഇത് സംഭവിക്കുന്നതിന് മുമ്പായി അങ്ങ് മധ്യാകാശത്ത് വരുമ്പോൾ എന്നെ കൂടി അങ്ങ് എടുക്കണമേ, എൻ്റെ പ്രിയപ്പെട്ട എടുക്കണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ദൈവത്തോട്, അവൻ്റെ ഹൃദയത്തോട്, ആലോചനയോട് നാം ചേർന്ന് നടക്കുന്നതിനെയാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ തികവ് എന്ന് പറയുന്നത്. ദൈവത്തോട് നടക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഓടുക എന്നോ, ആത്മീയത്തിൽ നമ്മൾ ഓടുക എന്നോ. അവിടെ നടന്നെങ്കിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഓടാനാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ നടന്നു. പുതിയ നിയമത്തിൽ നമ്മൾ ഇപ്പോൾ സമയം അടുത്തിരിക്കുന്നതുകൊണ്ട് സ്ഥിരതയോടെ ഓടാൻ പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ, സമയം അടുക്കുന്തോറും നമ്മുടെ സ്പീഡ് കൂടണം. ദൈവമായിട്ട് അടുത്ത് ഒരിക്കൽ പോലും മാറി നിൽക്കാതെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാൽ നമുക്ക് ആ വരവിലെടുക്കപ്പെടുന്ന പൊരുളായി തീരും. ഹാനോക്ക് 7-ാമത്തെ തലമുറയിൽപ്പെട്ട ഹാനോക്ക്, മനുഷ്യാരംഭത്തിൽ നിന്ന് ആദം മുതൽ 7-ാമനായ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടുവെങ്കിൽ യേശുക്രിസ്തു മുഖാന്തരമായി സ്ഥാപിക്കപ്പെട്ട, അവന്റെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട സഭയാകുന്ന സഭകളുടെ 7-ാമത്തെ സഭയാകുന്ന ലവോദിക്ക സഭയുടെ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ നാം വിശ്വസിക്കുന്നു. ഇവിടെ വരാൻ പോകുന്ന അനർത്ഥത്തിന് മുമ്പ്, പ്രശ്നങ്ങൾക്ക് മുമ്പായി ദൈവം, അതെ, അന്ന് വെള്ളപ്പൊക്കമായിരുന്നു, ജലപ്രളയത്താലാണ് ഭൂമി നശിക്കാൻ പോയിരുന്നെങ്കിൽ ഇനി വരാൻ പോകുന്നത് സാത്താന്റെ വായിൽ നിന്ന് വരാൻ പോകുന്ന വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പോകുകയാണ്. ഒഴുക്കിക്കളയുന്ന വലിയ വലിയ ദുരാത്മാവിന്റെ പൈശാചിക ഉപദേശങ്ങൾ കവിഞ്ഞ് ഒഴുകാൻ പോകുന്ന ഒരു കാലഘട്ടം വരുന്നു. വെളിപ്പാട് ദിവസം പഠിച്ചത് അറിയാം. വായിൽ നിന്ന് വലിയ നദി ചാടിച്ചു, സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് വെള്ളത്തെ ചാടിച്ചു, നദി പോലെ വെള്ളം. ഉപദേശങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധന്മാർ ഇവിടുന്ന് കരയേറി പോയി കഴിഞ്ഞാൽ പിന്നീട് പഠിപ്പീരൊക്കെ ഉണ്ട്, ഭയങ്കര മീറ്റിങ്ങൊക്കെ നടക്കും. പക്ഷേ അതൊക്കെ പൈശാചിക ഉപദേശങ്ങളായിരിക്കും. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന സത്യവെളിച്ചം, സത്യവചനം, സത്യവെള്ളം, അതാണ് യഥാർത്ഥമായിട്ട് പരിശുദ്ധന്മാരുടെ ഉപദേശം. ഇത് മാറിക്കഴിയുമ്പോൾ പെരുമഴക്കാലം വരും. പൈശാചിക ദുരുപദേശത്തിന് വലിയ ഒഴുക്കുണ്ടാകും. അതിൻ്റെ നാന്ദി കുറിച്ചുകൊണ്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കള്ളപ്രവചനങ്ങളിലേക്കും മറ്റുള്ള പല കാര്യങ്ങളിലേക്കും, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി, ദ്രവ്യാഗ്രഹ അതിനുവേണ്ടിയും, മ്ലേച്ഛതയ്ക്ക് വേണ്ടിയും, ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ളവരെ വശീകരിക്കാൻ വേണ്ടി, പ്രലോഭിപ്പിക്കാൻ വേണ്ടിയുള്ള പലതിലേക്കും തുടക്കം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ദൈവത്തിനെ തടയുന്ന പരിശുദ്ധാത്മാവ് മാറിക്കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു കാലഘട്ടമായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഒരു കാലഘട്ടത്തിൽ ജീവനോട് ഇരിക്കാൻ സമ്മതിക്കുന്നതിന് മുമ്പായി ഞങ്ങളെ എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ നമ്മളെന്നും പറയുന്നത്. അല്ലാതെ ഇതൊരു പല്ലവിയായിട്ട് പറയുന്നതല്ല. നമ്മളതുകൊണ്ടാണ് പറയുന്നത്, വരാൻ പോകുന്ന വലിയ വിപത്ത് വരാൻ പോകുന്നു. അതിനു മുമ്പായി കർത്താവെ അങ്ങ് വന്ന് നിന്റെ സഭയെ ചേർക്കുമ്പോൾ ഞങ്ങളെ ചേർക്കണം. അത് വേഗത്തിൽ വരണം. ഈ ലോകത്ത് ഞങ്ങൾക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കാൻ ഒന്നുമില്ല. ഈ ലോക ജീവിതത്തിന്റെ ദർശനവും ലക്ഷ്യവും അങ്ങോട്ട് ചേരുക എന്നുള്ളതാണ്. ആ ലക്ഷ്യമുള്ളവർക്കാണ് ആമേൻ കർത്താവായ യേശുവെ വേഗമാണ്. അല്ലാത്തവർക്ക് എപ്പോഴും ഈ ലോകത്തിൽ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ പലതുമുണ്ടെങ്കിൽ ഇതാണ് അവരുടെ ലക്ഷ്യവും അവരുടെ സമ്പാദ്യവുമെങ്കിൽ അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയത്തില്ല. എൻ്റെ കർത്താവ് ഇവിടെ വന്നാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യകരമായ കാര്യം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളുമുണ്ട്, ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളുമുണ്ട്, കാത്തിരിക്കുന്ന പല വിഷയങ്ങളുമുണ്ട്. പക്ഷേ ഒരു വാക്കുകൂടി പറഞ്ഞേക്കണം, ദൈവഹിതമായാലെന്ന് നമ്മൾ പറയാൻ കാരണം, ദൈവം അതിന് മുമ്പ് വരികയാണെങ്കിൽ നമുക്ക് പിന്നീട് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പം അത് ഹാനോക്ക് അങ്ങനെ ഒരു ജീവിതം നയിച്ചവനായിരുന്നു. ആ കാലഘട്ടത്തിൽ ഏറ്റവും കുറവ് ലോകത്ത് ജീവിച്ചത് ഹാനോക്കായിരുന്നു. കാരണം നടന്നു, ദൈവനെ എടുത്തു നിഴലായിരുന്നു പൊരുളായിട്ടുള്ളത്. ഇനിയുള്ള വർത്തമാനകാലത്തിൽ സംഭവിക്കാൻ ഉണ്ട്. അത് 7-ാമത്തെ സഭയാകുന്ന ലവോദിക്ക സഭയുടെ സമയത്ത് നടക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് നടന്ന നിഴലായ സംഭവം പൊരുളായിട്ട് നടക്കും. അതുകൊണ്ട് നമ്മൾ എത്ര പേര് അതിനൊരുക്കമുള്ളവരാ? നമുക്ക് ചിന്തിക്കുക, കഥ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യത്തിൽ ഞൊടിയടയ്ക്കുള്ളിൽ ഈ ശരീരം ട്രാൻസ്ഫോം ചെയ്യും, മാറ്റം. നമ്മൾ സ്വർഗീയ ശരീരം പ്രാപിച്ച് എടുക്കപ്പെടുന്നതൊക്കെ എത്ര സന്തോഷകരമാണ്. മരിച്ച് എല്ലാവരും മണ്ണിൽ ചേരത്തില്ല. പക്ഷെ എന്നാൽ മരിക്കാത്ത ഒരു കൂട്ടം ജനം ഇവിടുന്ന് എടുക്കപ്പെടുമെന്നുള്ളത് സത്യമാണ്.
നടക്കും. നമ്മുടെ ഈ ജീവിതകാലത്ത് നടന്നാൽ അതിൽ ഞാനൊരു ഭാഗമായിരിക്കണം, എനിക്ക് ഈ ലോകത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കാൻ ഒന്നുമില്ല എന്ന് പറയുന്ന കെട്ടുകൾ അഴിയപ്പെട്ട ഒരു ജീവിതമായിരിക്കണം ക്രിസ്ത്യ ജീവിതം. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇപ്പം ഹാനോക്കിന് അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും അവനെ ബൈൻഡിങ്സ് ആയിരുന്നില്ല, അവനെ ബന്ധിച്ചിരുന്നില്ല. അവന് എപ്പോൾ വേണമെങ്കിലും അവനെ എടുക്കാൻ, അവൻ ഇവിടുന്ന് മാറാൻ അവൻ തയ്യാറായിരുന്നു. ഞാൻ പറയട്ടെ, മനുഷ്യന് എല്ലാം ഉണ്ടെങ്കിൽ ജീവിക്കാൻ ഭയങ്കര കൊതിയാ. എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ചിലർ പെട്ടെന്ന് വിചാരിക്കുമ്പോൾ മരിക്കണം എന്ന് പറയും. മനുഷ്യം നമുക്കറിയാം, പ്രവാചകന്മാർക്കൊക്കെ അങ്ങനെ സംഭവിച്ചു. അവനാ വിചാരിച്ചില്ലേ ഏലിയാവ് മനുഷ്യനായി വന്നപ്പോൾ അവനെ സംഭവിച്ചവന് അവൻ ചിന്തിച്ചു അത് മനുഷ്യ കൊള്ളായിരുന്നു എന്നുള്ള ചിന്ത വരാത്ത ഒരൊറ്റ മനുഷ്യൻ പോലും ലോകത്തിലില്ല. അവരുടെ എപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ മരിച്ചാൽ മതിയായിരുന്നു ചിന്തിക്കാത്ത ഒരാട്ട് ആരുമില്ല. ഇനി ഉണ്ടെങ്കിൽ അത് എക്സ്പ്രഷൻ കേസുകളാണ്. പക്ഷേ ജീവിതത്തിൽ വേദനകളും ഭാരങ്ങളും വരുമ്പോൾ മരിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന അവസ്ഥയുണ്ട്. പക്ഷെ അങ്ങനെ ഉള്ളൊരു ചിന്താഗതിയല്ല. നിരാശ വന്ന് പ്രശ്നങ്ങൾ വരുമ്പോൾ കർത്താവ് വരണമെന്ന് പറയുന്നവരല്ല. അത് ഒരു ഭാഗം. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ സൗഭാഗ്യത്തിൽ, നമ്മുടെ സന്തോഷത്തിൽ എല്ലാം ശരിയാണ് ഉണ്ടെങ്കിലും നമ്മൾ കർത്താവുമായി ബന്ധിക്കപ്പെട്ടിരിക്കണം. കർത്താവെ, ഇവിടെയുള്ളതെല്ലാം താൽക്കാലികമാണ്, കാണാത്തതോ നിത്യമായിട്ടുള്ളത്. അതിനുവേണ്ടി നാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിതെല്ലാം ഉപേക്ഷിച്ച് പോകണമെന്നല്ല. നമ്മൾ സാധാരണ ജീവിതം നയിക്കണം, ജോലി ചെയ്യണം, സ്കൂളിൽ പോകണം, പഠിക്കണം, കരുതണം, ഡിപ്പോസിറ്റ് വെക്കണം, നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. അതൊന്നും തടസ്സമല്ല. നാളെ എനിക്ക് പോകണമെന്ന് വെച്ചിട്ടുണ്ട്, കർത്താവ് വരുമ്പോൾ പോകണം, അതുകൊണ്ട് ബാങ്കിൽ ബാലൻസ് ഇടരുതെന്നോ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കരുതെന്നോ, റബ്ബർ വെക്കരുതെന്നോ, അല്ലെങ്കിൽ കൃഷി ചെയ്യരുതെന്നോ അല്ല എൻ്റെ അർത്ഥം. ഹാനോക്ക് അങ്ങനെ എല്ലാം ചെയ്തിരുന്നു. ഞാനത് പറഞ്ഞു പോകുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഹാനോക്ക് അതെല്ലാം ചെയ്തിരുന്നു. മക്കളെ പഠിപ്പിച്ചിരുന്നു, മക്കൾ ജനിച്ചിരുന്നു, കുടുംബം നോക്കിയിരുന്നു, എല്ലാം ചെയ്തു. പക്ഷെ അവന്റെ ഹൃദയം ദൈവമായിട്ട് ബന്ധിച്ചിരുന്നു, ഏകാഗ്രഹമായിരുന്നു. അപ്പൊ അതിനെ എല്ലാറ്റിനേക്കാൾ ഉപരിയായി ദൈവത്തെ അവൻ സ്നേഹിച്ചു. പക്ഷെ അവന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. നമ്മൾ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം സന്തോഷത്തോടെ ചെയ്യണം. തലമുറയ്ക്ക് വേണ്ടി സന്തോഷത്തോടെ ചെയ്യണം. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി സന്തോഷത്തോടെ ചെയ്യണം. നാം എന്ത് ചെയ്താലും അത് സന്തോഷത്തോടെ വേണം ചെയ്യാനായിട്ട്. അതെല്ലാം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ ചെയ്തില്ല പിന്നെ ആണ് അത് ചെയ്യാനുള്ളത് എന്നുള്ള ഉത്തരവാദിത്തോടെ ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി സന്തോഷത്തോടെ ചെയ്യണം. സന്തോഷമുള്ള, അതുകൊണ്ടാണ് പറഞ്ഞത് എപ്പോഴും സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത്. എപ്പോഴും സന്തോഷിക്കുന്ന ഒരു ജീവിതമായിരുന്നു ഹാനോക്കിന്റെ. അപ്പോൾ ആ ഒരു അനുഭവം ഉള്ള ഒരു കൂട്ടം ജനം പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിൽ, സമാധാനത്തിൽ ഇന്ന് ലോകത്തിൽ ദൈവം വാർത്തെടുത്തിട്ടുണ്ട്. പണിതുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രിയിലും ദൈവാത്മാവ് പണിയുന്നുണ്ട്. ഹാനോക്ക് മണ്ണം കാണാതെ എടുക്കപ്പെട്ടെങ്കിൽ അവനെ എടുക്കുന്നത് എങ്ങോട്ടാണ് എടുത്തെന്ന് അറിയത്തില്ല. പക്ഷെ നമുക്ക് ഇന്ന് അറിയാം, നാം അറിയപ്പെടാത്തവരല്ല, അറിയാം. ദൈവത്തിന്റെ പുത്രൻ ക്രിസ്തു അവൻ ലോകത്തിൽ വന്ന് പ്രസ്താവിച്ചു, ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഹാനോക്ക് എവിടെ കെടുത്തു എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ നാം ദൈവത്തോട് നടക്കുന്ന അവന്റെ മണവാട്ടിയാകുന്ന ആദ്യജാതന്മാരുടെ സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമെന്ന ഭാവികാല സംഭവത്തെ വളരെ വ്യക്തമായി വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഉൽപ്പത്തി നടന്ന കാര്യത്തിന്റെ, നിഴലായ കാര്യത്തിന്റെ വ്യക്തത പറഞ്ഞിട്ടില്ലെങ്കിൽ പൊരുളായതിന്റെ നിഴൽ പറഞ്ഞു പോവുകയല്ല, പൊരുളായത് സംഭവിക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും, വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പം നമ്മള് കാഴ്ചയാലല്ല, വിശ്വാസത്താൽ നടക്കുകയാണ്. പഴയ നിയമത്തിന്റെ ഹാനോക്കിന് എവിടേക്ക് എടുത്തു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ദൈവസഭ എവിടേക്ക് എടുക്കപ്പെടുമെന്ന് ചോദിച്ചാൽ ഭാവിയെക്കുറിച്ച് വ്യക്തമായി. ഇന്ന് ഭാവിയെക്കുറിച്ച് ഒന്നും അറിയത്തില്ലേ എന്ന് എല്ലാവരും പറയാം. നാളെ എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല എന്ന് നമ്മൾ പറയാം. ശരിയാ, നാളെ നമുക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിന്റെ അവസാനത്തെങ്കിൽ അല്ല, കർത്താവ് വരികയാണെങ്കിൽ ഞാൻ എവിടേക്കാണെന്നുള്ള എൻ്റെ ഭാവി എനിക്കറിയാം. ഞാൻ അതിനു വേണ്ടിയാണ് പ്രയത്നിക്കുന്നതെന്ന് പറയുന്നതാണ് യഥാർത്ഥമായിരിക്കുന്ന പരിജ്ഞാനമുള്ള ക്രിസ്തീയ ജീവിതം. അതാണ് ഈ ലോകത്തിൽ ഏറ്റവും അധികം ഭാഗ്യമുള്ളത്. കർത്താവിന്റെ പരിജ്ഞാനം ലഭിച്ചവരാണ് അനേകർക്ക്. എവിടേക്ക് പോകുന്നു, എന്തിനു ജീവിക്കുന്നു, എന്തിനു മരിക്കുന്നു എന്നറിയാതിരിക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ സന്ദേശം കേൾക്കുന്ന, ഇത് പഠിക്കുന്ന നമുക്കറിയാം, അങ്ങനെ
കണ്ണ് അടയപ്പെട്ടവരായി അന്ധതമസിൽ തപ്പിത്തടയുന്നവരല്ല നമ്മൾ. പഴയ നിയമത്തിൽ തപ്പിത്തടയുകയായിരുന്നു. അതേക്കുറിച്ച് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. 3 കൂട്ടരെയാണ് വേദപുസ്തകം ഈ പറയുന്ന രീതിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് വെളിച്ചത്തോടുള്ള ബന്ധത്തിൽ. ഒന്നാമത്തെ കൂട്ടര് അന്ധതയിലുള്ളവരാ, അവർക്ക് തപ്പിത്തടയാനേ അറിയത്തുള്ളൂ. രണ്ടാമത്തെ കൂട്ടരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പഴയ നിമിഷങ്ങളുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവര് എത്തിപ്പിടിക്കാം, അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവരതിനെ എത്തിപ്പിടിക്കാമെന്ന് വിചാരിച്ച് നോക്കിയവരായിരുന്നു. എബ്രാഹിം അവർ എത്തിപ്പിടിക്കാമെന്ന് വെച്ച് നോക്കിയവരാ. എന്നാൽ ഈ പുതിയ നിയമത്തിൽ പറയുന്നത് എത്തിപ്പിടിക്കാമോ എന്ന് വെച്ചുള്ള കൂട്ടമല്ല, നാം പിടിക്കാമെന്ന് വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് പ്രാപിച്ചെടുക്കാം എന്നുള്ള ലക്ഷ്യത്തിൽ കിടക്കുന്നവരാണ്. പഴയ നിയമത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കാണ് സാധിക്കുന്നത് അറിയാൻ വയ്യാത്ത തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കുക. എവിടേക്കാ പോകുന്ന അറിയത്തില്ല. ഇരുളിൽ എവിടേക്കാന്ന് അറിയത്തില്ല. എന്ത് ജനിച്ചു, എന്തിനു ജീവിച്ചു, എന്തിനാ മരിക്കുന്ന, എവിടേക്കാ പോകുന്ന അറിയത്തില്ലാതെ കണ്ണടയ്ക്കുന്ന സമയത്ത് പോലും അറിയത്തില്ല. പക്ഷെ പോകുന്നത് ഇരുളിലേക്കാ പോകുന്നെങ്കിൽ പഴയ നിയമത്തിലുള്ളവർ എത്തിപ്പിടിക്കാമോ എന്ന് വെച്ച് രാപ്പകൽ 12 ഗോത്രങ്ങളും ആരാധിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഫിലിപ്പിയർക്ക് പറഞ്ഞു, എനിക്കത് പിടിക്കാമോ എന്ന് വെച്ചുകൊണ്ട് ഞാൻ ഓടുന്നു. പിമ്പിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ള ലാക്കിലേക്ക് ഓടുന്നു. എത്തിപ്പിടിക്കാൻ ശ്രമിച്ചവർ പഴയ നിയമത്തിന്റെ പ്രമാണമാണ്. പഴയ നിയമത്തിൽ ഹാനോക്ക് എത്തിപ്പിടിക്കാൻ ശ്രമിച്ചതായിരുന്നു. അവനത് എത്തിപ്പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു, ദൈവം അവനെ എടുത്തുകൊള്ളൂ. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് വ്യക്തമായ ദർശനം, കാഴ്ചപ്പാട്, എവിടേക്ക് പോകുന്നു, എന്തായിരിക്കുമെന്നുള്ളത് ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആരും പറയരുത് എനിക്ക് നാളെ കുറിച്ചൊന്നും അറിയത്തില്ലേ, എനിക്ക് ഭാവി അറിയത്തില്ലേ, എവിടേക്കാണ് പോകുന്നത് അറിയത്തില്ലേ. അങ്ങനെയാണോ? അല്ല. ഭൗതിക ജീവിതത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല, നാളെ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അതേ കർത്താവ് വരികയാണെങ്കിൽ എടുക്കപ്പെടും, അവൻ ഇരിക്കുന്നിടത്ത് ഞാനും ഇരിക്കും. എത്ര പേർക്കെന്ന് വിശ്വാസമുണ്ട്? കർത്താവിന്റെ വചനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത്. അതെങ്ങനെ കൊണ്ടുപോകുന്നു, എപ്രകാരം എടുക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. ആ ദൈവത്തിന്റെ പദ്ധതി, ആ ദൈവം ചെയ്തുകൊള്ളും. നമ്മുടെ ശരീരം എങ്ങനെയായിത്തീരും, എന്തായിത്തീരും, അതേക്കുറിച്ച് വലിയ DNA ടെസ്റ്റും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം, ദൈവം അത് ചെയ്തുകൊള്ളും. നമ്മൾ വിശ്വസിച്ചാൽ മതി. എൻ്റെ കർത്താവ് വരുമ്പോൾ എന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന് ഇരിക്കുന്നിടത്ത് കൊണ്ടുപോകും. ബാക്കിയുള്ള കാര്യം കർത്താവിന്റെ കയ്യിൽ വിട്ടുകൊടുത്താൽ കർത്താവ് ഇപ്പോൾ കഥാവിന്റെ കൂടെ നടന്നു, ഹാനോക്കിനെ ദൈവം എടുത്തു, എങ്ങനെ എടുത്തു, എങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ളത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണെന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് പിടിക്കാം, സാധിക്കും, നമ്മളെ കൊണ്ട് സാധിക്കും. സാധിക്കാത്ത കാര്യമല്ല, മനുഷ്യന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് കർത്താവ് ദൈവത്തിന് സകലം സാധ്യം. മനുഷ്യനെ കർത്താവ് പറഞ്ഞു മനുഷ്യർക്കും സാധ്യമാണ്. സ്വർഗാതിസ്വർഗത്തിലെ സിംഹാസനത്തിരിക്കാൻ സാധ്യമാണ് മനുഷ്യ. ഇന്ന് സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവാത്മാ പറയുക, ഒരിക്കലും അത് സാധ്യമല്ല എന്ന് ശത്രു പറയും. കർത്താവിനോട് സിംഹാസനത്തിരിക്കാനുള്ള കഴിവില്ല. കർത്താവ് പറഞ്ഞു, ഇരുത്തും. ഞാൻ എൻ്റെ രക്തത്തിൽ നിന്ന് പിറന്ന ആദിച്ഛാതന്മാരുടെ സഭയെ എൻ്റെ സിംഹാസനത്തിരിക്കും, തൻ്റെ പുത്രനോടുകൂടെ നമ്മെ ഇരുത്തുമെന്നുള്ള വാക്തത്വമാണ് ദൈവം നമുക്ക് തന്നെ. അത് മുറുകെ പിടിച്ചോളണം. അതിനെ നമ്മുടെ ഹൃദയത്തിന്റെ കേന്ദ്ര വിഷയമാക്കി എടുക്കണം. അങ്ങനെ ജീവിച്ചാൽ നമുക്ക് ഹാനോക്ക് നടന്നതിനേക്കാൾ നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വചനത്തിൽ ഓടാൻ സാധിക്കും. ഒരു സന്തോഷമുണ്ടായിരിക്കും, ജീവിതത്തെക്കുറിച്ച് സന്തോഷമുണ്ടായിരിക്കും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും നമ്മെ തളർത്തിക്കളയുന്ന മേഖലകളിൽ നമ്മളെ ശക്തി പകരുന്ന പുനരുത്ഥാനത്തിന് ശക്തി വ്യാപരിക്കുമ്പോഴാണ്, പ്രത്യാശ കൂടുമ്പോഴാണ്. ഇത് താൽക്കാലികമാണ്, സാരമില്ല. അതെ, ഏത് വിഷയം വരുമ്പോഴും ഹൃദയത്തെ പറഞ്ഞത് സാരമില്ല, ഇതിനെ ഞാൻ അതിജീവിക്കും. എനിക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ എനിക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന സ്വർഗീയ സിംഹാസനമാണെങ്കിൽ അത് ഞാൻ പ്രാപിക്കാൻ വേണ്ടിയാണ് ഇവിടെ കഷ്ടം സഹിക്കുന്നതെങ്കിൽ ഇത് സാരമില്ല. ഇക്കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണണം. ഈ നിത്യതയുള്ള ബന്ധത്തിലെ കുറിച്ച്, കഷ്ടതയെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാം. സമുദ്രത്തിലെ വെള്ളത്തിന്റെ ഒരു തുള്ളി വെള്ളമെടുത്ത് നിങ്ങൾ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ സമുദ്രത്തിലെ വെള്ളമായിട്ട് തുള്ളം ചെയ്താൽ അതൊന്നുമല്ല, പക്ഷെ അതുണ്ട്, ഒരു കണിക, ഒരു ഭാഗമാണ്. ഇതുപോലെയാണ് നിത്യതയിലെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ താൽക്കാലിക ജീവിതം 60, 70, 80, 100, 120 വർഷം ദൈവം ആയുസ് കുറച്ച് മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട്. ആയുസ് കുറച്ചുകൊണ്ടിരിക്കുക. അത്രയും കഷ്ടപ്പെട്ടാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം എത്ര സ്നേഹമുള്ള ദൈവം എന്നറിയോ? ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്.
ദൈവം സാധാരണ നമ്മളൊക്കെ എവിടെ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്താൽ അവരെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്താൻ വേണ്ടി ശിക്ഷ കൂട്ടുക. പക്ഷേ ദൈവം അധികം മനുഷ്യൻ പാവം ചെയ്യാതിരിക്കാൻ വേണ്ടി മനുഷ്യനെ ദൈവം നേരത്തെ ആയുസ് കുറച്ചത് ദൈവത്തിന് കരുണ കൊണ്ടാണ്. കാരണം അത്രയും ശിക്ഷിക്കേണ്ട, അത്രയും തെറ്റാകപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ പ്രവാസ ജീവിതം ഭയത്തോടെ ജീവിച്ച് വിശുദ്ധിയെ തികച്ച് കർത്താവിന് വേണ്ടി എടുക്കപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഹാനോക്ക് എടുക്കപ്പെട്ട എവിടെയാണെന്നുള്ളത് അറിയത്തില്ലെങ്കിൽ നമ്മൾ അതിനോടനുബന്ധമായിരിക്കുന്ന ഒരു വിഷയം പഠിച്ചിട്ട് ഹാനോക്ക് എവിടേക്ക് എടുത്തു എന്നുള്ളത് നാം ഇന്ന് രാത്രി ചിന്തിക്കും. അതിന് ആധാരമായിട്ടാണ് ഘോരകും കൂട്ടരും എവിടേക്ക് എടുത്തു എന്നുള്ളതിനെ കുറിച്ചുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അത് പഠിച്ചു കഴിയുമ്പോൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മളതിനെ നമുക്ക് ഈ ഹാനോക്ക് എടുക്കപ്പെട്ടത് എവിടെ ആയിരിക്കും എന്നുള്ളത് വചനപരമായ രീതി നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കും. അതിനെ അംഗീകരിക്കണമോ അംഗീകരിക്കണോ എന്നുള്ളത് ശ്രോതാക്കളാകുന്ന നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്കത് വെളിപ്പെടുത്താനേ പറ്റുകയുള്ളൂ. നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിക്കുക, അല്ലെങ്കിൽ തിരസ്കരിക്കുക. എന്തായാലും ഇല്ലാത്ത കാര്യം പഠിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എനിക്ക് അതിന് ഞാൻ യോജിക്കത്തുമില്ല. ഹാനോക്ക് പർദീസിൽ എടുക്കപ്പെട്ടെന്നോ, ഹാനോക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടെന്നോ, ഹാനോക്ക് ഉടലോടെ ദൈവസ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് ആരെല്ലാം പഠിപ്പിച്ചാലും എന്തെല്ലാം വസ്തുക്കൾ കൊണ്ടുവന്ന് മൂലഭാഷ കൊണ്ട് തെളിയിച്ചാലും അംഗീകരിക്കത്തില്ല. കാരണം അത് അങ്ങനെ സംഭവിക്കത്തില്ല, അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് എന്നാൽ ഘോരകും കൂട്ടരും എവിടേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ വ്യക്തത ഉള്ളത് കൊണ്ട് ജീവനോടെ അവർ മാറ്റപ്പെട്ടത്. അപ്പോൾ ജീവനോട് മാറ്റപ്പെട്ടതില് ഇവരുടെ സംഭവത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഹാനോക്കിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് സംഖ്യാപുസ്തകം അതിൻ്റെ 16-ാം അധ്യായം 31, 32 വാക്യങ്ങൾ വായിക്കുന്നത്. രേഖപ്പെടുത്തും, അവരുടെ കീഴെ ഭൂമി പിളർന്നു, ഭൂമി വായ തുറന്നു, അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരകളോട് ചേർന്നിട്ട് എല്ലാവരെയും അവരുടെ സർവ്വസമ്പത്തിനെ വിഴുങ്ങിക്കളഞ്ഞു. അവരും അവരോട് ചേർന്നിട്ടുള്ള എല്ലാവരും ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി. അപ്പൊ ജീവനോടെ മാറ്റപ്പെട്ടതിൽ ഹാനോക്ക് മാത്രമല്ല, ഹാനോക്ക് എവിടേക്ക് എടുക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഇതൊക്കെ ഇങ്ങനെ എഴുതാൻ കാരണം ഇത് മനസ്സിലാക്കിയെടുക്കണം. ശ്രദ്ധയോടെ വായിച്ച് പഠിച്ചാൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ടാണ് ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, അവനെ എടുത്തുകൊണ്ട് കാണാതായി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിലെ എവിടേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളത് പഠിക്കണമെങ്കിൽ നമ്മൾ അതിനെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിയെടുക്കണം. ഇപ്പം ഇവിടെ പറയുന്നത് വ്യക്തമായിട്ട് പറയുകയാണ്, ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി. എങ്ങനെയാണോ അവർ നിന്നത്, ഞാനത് മാത്രം എടുത്ത് സംസാരിച്ചു പോകാൻ ഒരുപാട് സമയം എടുക്കും. ഞാൻ അതിലേക്ക് പശ്ചാത്തലത്തിലേക്ക് പോകുന്നില്ല. എനിക്കിവിടെ നമ്മുടെ വിഷയം ജീവനോടെ ഈ പറയുന്ന മനുഷ്യർ പാതാളത്തിലേക്ക് ഇറങ്ങി എന്ന് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 31, 32 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവരുടെ കീഴെ ഭൂമി പിളർന്നു, ഭൂമി വായ തുറന്നു, അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരകനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വസമ്പത്തിനെ വിഴുങ്ങിക്കളഞ്ഞു. അവരും അവരോട് ചേർന്നിട്ടുള്ള എല്ലാവരും ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി. ഭൂമി വായു പിളർന്ന് എന്ന് പറഞ്ഞിരിക്കുന്ന 1-ാമത്തെ ഭാഗം നമ്മൾ കാണാൻ സാധിക്കുന്ന ഹാബേലിന്റെ സമയത്താണ്. എൻ്റെ അനുജന്റെ രക്തം സ്വീകരിപ്പാൻ വായു പിളർന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂമി വായു പിളർന്നു. ആദ്യമായി ഭൂമി വായു പിളർന്ന ഇത് ഹാബേലിന് വേണ്ടിയാണ്. അവന് വേണ്ടി അവനെ കൊണ്ടുപോയത് എവിടേക്കാണെന്ന് വളരെ വ്യക്തമാണ് രേഖപ്പെടുത്തി. നമ്മൾ പഠിച്ചിരുന്നു, മീതെയുള്ള പാതാളത്തിലേക്ക് അവനെ കൊണ്ടുപോയി എന്ന്. കാരണം എങ്ങനെയാണ് പഠിച്ചത് നമ്മൾ മനസ്സിലാക്കി. യാക്കോബ് പോകുന്ന സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു, ഞാൻ പാതാളത്തിലേക്ക് പോകുമെന്ന്. പാതാളം എന്നുള്ളത് യാതനാ സ്ഥലത്തെക്കുറിച്ചല്ല പറഞ്ഞ് മീതെയുള്ള പാതാളത്തിലേക്കാണെന്നുള്ള കർത്താവ് അവിടെ വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഈ 4-ാമത്തെ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായ തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. അപ്പോൾ വായ തുറന്നു. അവന്റെ രക്തം നിലവിളിച്ചപ്പോൾ അവന്റെ ആത്മാവിനെ ആദ്യമായി വായ തുറന്ന് അവിടെ കൊണ്ടുപോയി എന്ന് പറഞ്ഞിരിക്കുന്നത്. ദേശം വായ തുറന്നു, അത് അവന്റെ ആത്മാവിനെ കൊണ്ടുപോയത്. എന്നാൽ ഇവിടെ ഇവർ നിന്നിരുന്ന സ്ഥലത്തിന്റെ ഭൂമി പിളർന്നു, അവിടെ കീഴെ ഭൂമി പിളർന്നു, ഭൂമി വായ തുറന്നു, അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരകനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവിടെ സർവ്വസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. സമ്പത്തോടു കൂടെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, മൊത്തം ആ ആൾക്കാരെ മുഴുവനായി അവർക്കുള്ളതിനെ എല്ലാറ്റിനെയും കൂടി ഒരുമിച്ച് ഭൂമിക്കുള്ളിലേക്ക് കൊണ്ടുപോയി.
അവരോട് ചേർന്നിട്ടുള്ള എല്ലാവരും ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് നടന്ന സംഭവമാണ്. ഇത് നടക്കാൻ ഇനി സംഭവിക്കും. ഭൂമി തുറന്ന് ചിലരെ വിഴുങ്ങിക്കളയും. നമുക്കറിയാം, ഇത് ക്രിസ്തുവിന്റെ ഭരണത്തിന് മുമ്പ് സാത്താനിക മുഖത്തോട് ബന്ധത്തിൽ നടക്കുന്ന സമയത്ത് അങ്ങനെയുള്ളൊരു വിഴുങ്ങിക്കളയതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഭൂമി വായ തുറന്നു, സ്ത്രീക്ക് തുണ നിന്നാണ് പറയുന്നത്, വെള്ളത്തെ വിഴുങ്ങിക്കളഞ്ഞത്. ദുരിപദേശം പറയുന്നവരെ കുറച്ചെണ്ണത്തെ അങ്ങ് വിഴുങ്ങിക്കളയും, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കും. അന്ന് അവർ പോലും അറിയാതെ വിഴുങ്ങിക്കളയും. സംഭവിക്കേണ്ട കാര്യം 55-ാം സംഗീതത്തിൽ പറഞ്ഞിട്ടുണ്ട്, മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ, അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ, ദുഷ്ടത അവരുടെ വാസസ്ഥലത്തും അവരുടെ ഉള്ളിലുമുണ്ട്. സംഗീതത്തിന് 55-15. കോരകന്റെ കുടുംബത്തിന് വന്ന സംഭവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഇനി ഇങ്ങനെ ദുഷ്ടതയോടെ ഇരിക്കുന്നവര് അവരുടെ വാസ്തവത്തിൽ ഉണ്ടെങ്കിൽ ആ വാസ്തവം ഉൾപ്പെടെ അങ്ങ് പോട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 55-ാം സംഗീതം 15-ാം വാക്യം. അന്ന് സംഭവിച്ച പോലെ സംഭവം സംഭവിക്കും. കോരകും കൂട്ടരും ദൈവത്തോട് മത്സരിച്ചിട്ട് അവരെ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി എങ്കിൽ എന്ന വാക്കിന് അർത്ഥമുണ്ട്. എങ്കിൽ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ജീവിതാവസാനത്തോട് വരെയും ദൈവത്തോട് കൂടെ ദൈവത്തെ പ്രസാദിപ്പിച്ച് നടന്ന ഹാനോക്ക് മരണം കാണാതെ പഴയ നിയമത്തിലെ ഹാബേൽ ഉൾപ്പെടെയുള്ള വിശുദ്ധന്മാർ എത്തിച്ചേർന്ന ഭൂമിയുടെ അധോഭാഗത്തുള്ള മീതിയുള്ള പാതാളത്തിലേക്ക് അവനെ ദൈവം ചേർത്തു കൊണ്ടു എന്ന് നാം ചിന്തിച്ചാൽ അതിനെ അംഗീകരിക്കാവുന്ന വചനമാകുന്നു. കോരകനെയും കൂട്ടരെയും ദൈവം അവരുടെ കീഴിൽ ഭൂമി പിളർന്ന് അവരെ ജീവനോടെ അവരെ പാതാളമാകുന്ന യാതനാ സ്ഥലത്തേക്ക് തള്ളിക്കളഞ്ഞു. അവിടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറയാം, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ മരണത്തെങ്കിൽ അവിടെ ആത്മാവിനെ ദൈവം മീതിയുള്ള പാതാളത്തിലേക്ക് കൊണ്ടുപോകും. ദൈവത്തിന് സാധ്യമായിട്ടൊന്നുമില്ല. അത് ദൈവത്തിന് നീതിയുള്ള കാര്യം, ദൈവം അത് ചെയ്തോളൂ. ഇപ്പം അവിടെ പോയി മരിച്ചാലും അവിടെ ആത്മാവിനെ ദൈവത്തിനും ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളെ ദൈവം നരകാഗ്നിയിൽ തള്ളിക്കളയത്തില്ല. അവരെ എടുത്തു, അവരെ ഇവിടെ ശേഷിപ്പിച്ചില്ല. എല്ലാവരെയും മൊത്തമായിട്ട് എടുത്തെങ്കിലും ദൈവത്തിന് ഇനി ആരെങ്കിലും അതിനെ കുറിച്ച് പറയാം, അവിടെ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്നല്ലോ, ആ കുഞ്ഞുങ്ങൾ നരകത്തിൽ പാതാളത്തിൽ പോയില്ല, അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ദൈവം നരകത്തിൽ ഇട്ടോ എന്നുള്ള ചോദ്യം നാളെ ചോദിക്കുന്നത്. അതിനു വേണ്ടിയാണ് പറയുന്നത്. ദൈവത്തിന് അവരും അവിടെ ശ്വാസം വിടുമ്പോൾ ദൈവത്തിന് അവരെ എന്നവരോടെ ജീവനോടെ ഇരിക്കത്തില്ല, മരിക്കും. കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് മരിക്കും. എത്തിക്കഴിഞ്ഞാൽ മരിച്ചു പോകും. കാരണം പാതാളത്തിൽ ഓക്സിജൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് അവിടെ ജീവിക്കാൻ, അവിടെ ഈ ശരീരത്തോടെ ജീവിക്കാൻ പറ്റാതെ മരിക്കും. അവിടെ പ്രാണനെ ആത്മാവിനെ ദൈവം കൊണ്ടുപോകേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അത് സംശയം ഉണ്ടായിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ നമ്മളിതിനെ വിശകലനം ചെയ്തത് ഹാനോക്കിനെ ദൈവം എവിടേക്ക് എടുത്തു എന്നുള്ളത് പറയാതിരിക്കുമ്പോൾ ഈ ദൈവത്തോട് മത്സരിച്ചു പോയ കോരകനെയും അവന്റെ സംഘത്തെയും കൂട്ടരെയും ദൈവം ജീവനോടെ പാതാളത്തിലേക്ക് അഥവാ പാതാളത്തിലേക്ക് യാതനാ സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്ന് വചനം വ്യക്തത നൽകുന്നത് കൊണ്ട് നമുക്കതിനെ ആ ഒരു അർത്ഥത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 7-ാം തലമുറക്കായിരിക്കുന്ന ഹാനോക്കിനെ ദൈവം എടുത്തത്, അവനെ ഉടലോടെ കൊണ്ടുപോയത് മീതെയുള്ള പാതാളത്തിലേക്കായിരുന്നു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അതുവരെയും ചെന്ന് ചേർന്നവര് അവിടെ ശരീരമില്ലാതെ പോയി, ശരീരം മണ്ണില രേഖപ്പെട്ടത്. എന്നാൽ ഹാനോക്ക് ആ പറയുന്ന അവന്റെ ശരീരത്തിൽ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. അതുകൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. ശരീരത്തിൽ വീണ്ടെടുപ്പ് നടക്കുന്നത് കർത്താവിന്റെ മധ്യാകാശ വരവിലെ ശരീരത്തിൽ വീണ്ടെടുപ്പ് നടക്കത്തുള്ളൂ. വീണ്ടെടുക്കപ്പെടാത്ത ശരീരവുമായിട്ട് ഒരിക്കലും ഉയരത്തിലേക്ക് പോകാൻ സാധിക്കത്തില്ല, മുകളിലേക്ക് പോകാൻ കഴിയത്തില്ല. അപ്പോൾ ഹാനോക്കിന്റെ വിശുദ്ധീകരണം നടന്നിട്ടില്ല, ഹാനോക്കിന്റെ ശരീരത്തിൽ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. പിന്നെ എങ്ങനെയാ പഠിപ്പിക്കുന്നത്? സ്വർഗത്തിലേക്ക് പോയി പരദീസയിലേക്ക് പോകുന്ന എങ്ങനെ പഠിപ്പിക്കുന്നത്? സാധ്യമല്ല. ശരീരത്തിൽ വീണ്ടെടുപ്പ് നടക്കുന്നത് നമ്മുടെ കർത്താവിന്റെ മധ്യാകാശ വരവിലാണ്. ആദ്യത്തെ കൂട്ടരാകുന്ന നമ്മുടെ ശരീരത്തിൽ വീണ്ടെടുപ്പിന് വേണ്ടി നാം കാത്തിരുന്ന് എടുക്കപ്പെടുവാൻ പോകുന്നത്, പുനരുത്ഥാനം ഉണ്ടാകുന്നത്. പുനരുത്ഥാന ശരീരത്തോടെയാണ് എടുക്കപ്പെടുന്നത്, സ്വർഗാസുഖത്തിൽ എടുക്കപ്പെടുന്നത്. ഇവിടെ ഹാനോക്ക് എടുത്തത് അവന്റെ ആ ഭൗമിക ശരീരത്തോടെയാണ് അവൻ എടുത്തത്. എങ്ങനെയാണോ കോരകനെയും കൂട്ടരെയും ആ യാതനാസ്ഥലത്തേക്ക് കൊണ്ടുപോയത്, അതിന് നേർവിപരീതമായിട്ട് ദൈവത്തിന് വിശുദ്ധോടെ നടന്ന ഹാനോക്കിനെ ദൈവം ഹാബേൽ ഉൾപ്പെടെയുള്ള വിശുദ്ധന്മാരുള്ള സ്ഥലത്തേക്ക് ഉടലോടെ കൊണ്ടുപോയി. എന്നും അവൻ ഉടലോടെ അവിടെ ജീവിച്ചില്ല, അതവിടെ തീർന്നു. അവന്റെ ആത്മാവ് റിലീസായി, അതവിടെ
ഏൽപ്പിക്കപ്പെടുവാനായിട്ട് അത് അവിടെ ഹാനോക്ക് സംസാരിച്ചുകൊണ്ട് വിശ്വാസം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അവൻ്റെ ശരീരം അത് അവിടെ ചേർന്നിട്ടുണ്ട്. അത് പാതാളം, അത് കർത്താവ് അത് എവിടുന്നാണേലും ശരീരത്തെ ദൈവത്തിന് മടക്കി വരുത്താൻ സാധിക്കും. ഇപ്പം അധമ പാതാളത്തിൽ പോയ അവരുടെ ശരീരത്തിൽ അവിടെ കിടപ്പുണ്ടല്ലോ, അത് അവിടെ ചേർന്നിട്ടില്ലേ? എവിടെ ഭൂമിയുടെ അധോഭാഗത്ത് ചേർന്നാലും സമുദ്രത്തിൽ പോയാലും ആകാശമണ്ഡലത്തിൽ ആൾക്കാർ മരിച്ചു പോകുന്നില്ലേ? അവിടെ ശരീരം അവിടെ അലിഞ്ഞു ചേരുന്നില്ലേ? ഉണ്ടല്ലോ, ചെതറിപ്പോവും, കിട്ടത്തില്ലൊന്നും, കത്തിപ്പോവും. ആകാശമണ്ഡലത്തിൽ പോയി പ്രപഞ്ചത്തിൽ പോയിട്ട് സ്പേസ് ക്രാഫ്റ്റിലൊക്കെ വരുന്നവര് അവരുടെ ശരീരം അവിടെ വെച്ചല്ലേ തകർന്നു പോയി കത്തിപ്പോകുന്നത്? അവിടെയല്ലേ അവർ തീർന്നു പോകുന്നത്? ഭൂമി വരുന്നില്ലല്ലോ. എവിടെ പോയി മരിച്ചാലും ദൈവത്തിന്റെ ശരീരത്തെ മടക്കി വരുത്താൻ കഴിയും. അവിടെ മണ്ണോട് മാത്രം ചേരണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ ഈ മനുഷ്യൻ എവിടെ മരിച്ചാലും, സ്പേസിൽ പോയി മരിച്ചാലും അന്യഗ്രഹങ്ങളിൽ പോയി മരിച്ചാലും മരണമാണ്. അതവിടെ ആ ശരീരം തീർന്നു. പക്ഷേ ദൈവം മടക്കി വരുത്തും. അഥവാ പാതാളത്തിൽ കിടന്നാലും പാതാളത്തിൽ ചേർന്നാലും സ്പേസിൽ പോയി മരിച്ചാലും എവിടെ പോയാലും അത് ദൈവത്തെ മടക്കിടാൻ സാധിക്കും. അതുകൊണ്ട് ഹാനോക്ക് ഈ ഒരു ചിന്താഗതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവൻ്റെ ശരീരത്തിൽ വീണ്ടെടുപ്പ് നടന്നിട്ടില്ലായിരുന്നു, അവൻ എടുക്കപ്പെട്ടു, കാണാതായി. അതുകൊണ്ടാണ് അവിടെ രേഖപ്പെടുത്താതിരിക്കുന്നത്. എവിടേക്ക് അതിനെ മർമ്മമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മനസ്സിലാക്കേണ്ടത് മാത്രം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനത്തെ രീതിയിൽ ദൈവനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിതിനെ വിവർത്തനം ചെയ്ത് സംഖ്യാ പുസ്തകത്തിന്റെ കോരവും കൂട്ടർക്കും ജീവിതത്തിൽ നടന്ന സംഭവത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ 16, 31, 32 വാക്യങ്ങൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ജീവനോടെ അധമ പാതാളത്തിലേക്ക്, യാഥാസ്ഥലത്തേക്ക് മനുഷ്യനെ കൊണ്ടുപോകുവാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ ജീവനോടെ ഹാനോക്കിനെ ദൈവത്തിന് മീതെയുള്ള പാതാളത്തിലേക്ക് കൊണ്ടുപോകുവാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഹാനോക്ക് എവിടേക്ക് എടുക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം മീതെയുള്ള പാതാളത്തിലേക്ക്. ഹാബേൽ ഉൾപ്പെടെയുള്ള അന്ന് വരെ മരിച്ചുപോയ വിശുദ്ധന്മാർ, നീതിമാന്മാർ ഉൾപ്പെടുന്ന മീതെയുള്ള പാതാളത്തിലേക്കാണ് ഹാനോക്ക് മരണം കാണാതെ ഉടലോടെ എടുക്കപ്പെട്ടത്. അതല്ല സ്വർഗത്തിലേക്കല്ല എന്നുള്ളതാണ് നമുക്ക് ഈ വിഷയത്തെ തുലനം ചെയ്ത് പഠിപ്പിച്ച്, താരതമ്യം ചെയ്ത് പഠിപ്പിച്ച് നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തെറ്റായ രീതിയിൽ പഠിപ്പിച്ചു പോയി കഴിഞ്ഞാൽ വചനത്തിന്റെ സത്യതയെ, വചനത്തിന്റെ കാര്യങ്ങളെ നമുക്ക് ഒരിക്കലും കൂട്ടിക്കളയാൻ പറ്റത്തില്ല. വചനത്തെ കൂട്ടിക്കളയാൻ പാടില്ല. നമ്മൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി പഠിപ്പിക്കുകയൊന്നും വേണ്ട. ഇതല്ലേ യഥാർത്ഥമായിട്ടുള്ളത്? വളരെ കൃത്യമായ കാര്യമല്ലേ? ഒരു കൂട്ടര് അധോപാതാളത്തിലേക്ക് ജീവനോടെ പോയിട്ടുണ്ടല്ലോ, അവിടെ ശരീരം അവിടെ ചേർന്നിട്ടുണ്ടല്ലോ. അപ്പം ദൈവത്തിന് അത് പ്രശ്നമുള്ള കാര്യമല്ലേ? എവിടെ മരിച്ചു ചേർന്നാലും ദൈവം കൊണ്ടുവരും. ആത്മാവ് അവിടെ ആ നിലയിൽ കാണും. അപ്പോൾ അവിടുന്ന് കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ആത്മാവിനെ ദൈവം മീതെയുള്ള പാതാളത്തിലേക്ക് കൊണ്ടുപോകും. അതേക്കുറിച്ച് നമ്മൾ സംശയിക്കേണ്ട ആവശ്യം. ദൈവത്തിന് എവിടെ മനുഷ്യൻ മരിച്ചാലും അവന്റെ ആത്മാവിനെ കൊണ്ടുപോകുന്ന നിലയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് അങ്ങനെ ചോദ്യം ഉണ്ടാകേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഹാനോക്ക് എവിടേക്ക് എടുക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ഹാനോക്ക് എടുക്കപ്പെട്ടത് വിശുദ്ധന്മാരുടെ മരണാന്തരയായിരുന്ന, പഴയ നിയമത്തിന്റെ ശ്രേഷ്ഠന്മാരായിരുന്ന മരണാന്തരയായിരുന്ന മീതെയുള്ള പാതാളത്തിലേക്കാണ് അവൻ എടുത്തത്. ഇപ്പോൾ ഹാനോക്ക് എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ സാധിക്കും. അവന്റെ ശരീരം മീതെയുള്ള പാതാളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അവന്റെ ആത്മാവിനെ ദൈവം ഉത്തിരിച്ചു കൊണ്ടുപോയപ്പോൾ അവനിപ്പോൾ പരദീസയുടെ 1-ാം സ്വർഗത്തിൽ അവൻ വിശ്രമിക്കുന്നു. അവന്റെ ആത്മാവ് വിശ്രമിക്കുന്നു. അവന്റെ ശരീരം മീതെയുള്ള പാതാളത്തിൽ ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ എവിടെയാണ് കോരവും കൂട്ടരെന്ന് പറഞ്ഞാൽ, കോരവും കൂട്ടരും പോയതിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ ശരീരം അധമപാതാളത്തിൽ ആണ് ലയിച്ചു ചേർന്നിരിക്കുന്നത്. എന്നാൽ അവരുടെ ആത്മാവിനെ ദൈവം കൊണ്ടുപോകേണ്ടത് നിത്യജീവനോട് ബന്ധത്തിലാണ്. അവരെ അവിടെ കൊണ്ടുപോകും. അതിനകത്ത് അവരുണ്ടെങ്കിൽ അവരെ ആത്മാക്കളെ ദൈവം സമുദ്രത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ നീതിവാന്മാരായിട്ടുള്ളവർ അവിടെയുണ്ട്, ശിശുക്കളായിട്ടുള്ളവരുണ്ടെങ്കിൽ. എല്ലാ കാര്യങ്ങൾക്കും ഉത്തരമുണ്ട്, ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട്. ഇപ്പോൾ ഹാനോക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടില്ല, ഉടലോടെ പോയിട്ടില്ല. എന്നാൽ ഭൂമിയുടെ അധോഭാഗത്തേക്ക് ഇറങ്ങിപ്പോയി എന്നുള്ളത് വചനപരമായി തെളിയിച്ചതുകൊണ്ട് ഞാൻ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കൂടുതലൊരു വിശദീകരണത്തിന്റെ ആവശ്യവും എനിക്കുണ്ടാകുന്നില്ല. ഈ യാഥാർത്ഥ്യങ്ങളെ ഗ്രഹിക്കുന്നവർക്ക് ഇത്രയും മതി. പിന്നെ എത്രമാത്രം നമ്മൾ സത്യം വെളിപ്പെടുത്തിയാലും ഈ ന്യായങ്ങളെ അംഗീകരിക്കാത്തവരോട് നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും അവർ വിട്ടുകളയത്തുമില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയല്ല ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ന്യായങ്ങളെ ന്യായമായി അംഗീകരിക്കാൻ കഴിയും.
വചനത്തെ വചനം കൊണ്ട് തെളിയിച്ചാൽ അത് സത്യമാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ അതിനെ അംഗീകരിക്കാൻ കഴിയുള്ളവരുണ്ടെങ്കിൽ, ശിശുക്കളെ പോലെ ഉള്ളവരുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കട്ടെ. അതല്ല, മുതിർന്നവരായിട്ടുള്ള വലിയ പണ്ഡിതന്മാരായിട്ടുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് അവർ പോട്ടെ. അതിനെക്കുറിച്ച് നമുക്കൊന്നും പക്ഷേ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അവർക്ക് കഴിയത്തില്ല എന്നുള്ളതും ഞാൻ പ്രസ്താവിച്ചുകൊണ്ട് ഈ പറഞ്ഞ ഹാനോക്ക് എടുക്കപ്പെട്ടത് എവിടെ എന്നുള്ള വിഷയത്തിന് ഉത്തരം നമുക്ക് ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായി. നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ പറയണം, ഹാനോക്ക് മണ്ണം കാണാതെ എടുക്കപ്പെട്ടു എന്നല്ലാതെ ഹാനോക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നോട് രേഖപ്പെടുത്തിയിട്ടില്ല. അന്ന് ഹാനോക്ക് ഉടലോടെ എടുക്കപ്പെട്ടത് ഹോരവും കൂട്ടരും ജീവനോടെ അധോ പാതാളത്തിലേക്ക് പോയതുപോലെ വിശുദ്ധ ജീവൻ നയിച്ച ദൈവത്തോട് കൂടെ നടന്ന ആ വ്യക്തിയെ ദൈവ ഉടലോടെ മീതെയുള്ള പാതാളത്തിൽ ഹാബേലൊക്കെ ഉള്ള ആ സ്ഥലത്തിലേക്ക് അവനെ കൊണ്ടുപോയത്. ഇപ്പോൾ അവരുടെ അവന്റെ ശരീരം ബാക്കിയുള്ള ശരീരം മണ്ണിലാണ് ലയിച്ചതായിരുന്നതെങ്കിൽ ഹാനോക്കിന്റെ ശരീരം മീതെയുള്ള പാതാളത്തിലുണ്ട്. അതുപോലെ തന്നെ പാപികളായി തീർന്ന യാതനാ സ്ഥലത്ത് പോയവരുടെ ശരീരം അവിടെ ചേർന്നിട്ടുണ്ട്. അവിടെ ആത്മാക്കൾ അവിടെയുണ്ട്. അതിനകത്ത് പാപം ചെയ്തവരെ ദൈവം അവരുടെ നിലയിലനുസരിച്ച് ഞാനത് കഠിനഭാവി ഉണ്ടെങ്കിൽ അവനെ നരകത്തിൽ വിട്ടിട്ടുണ്ട്. അവനെ പാതാളത്തിലേക്ക് ഇറങ്ങിയതേ പറഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ മരിച്ചു കഴിയുമ്പോൾ ഏത് നിലയിലേക്ക് ദൈവത്തിന് വിടാം. അവിടെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അപ്പം അതുകൊണ്ട് പാതാളത്തിലേക്ക് ഇറങ്ങി അവിടെ മരിച്ചു, പാതാളത്തിൽ തന്നെ കിടക്കണമെന്നില്ല. അവിടെ മരിച്ചപ്പോൾ അവിടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവിടെ ആത്മാക്കളെ ദൈവം മീതെയുള്ള പാതാളത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കഠിനഭാവം ചെയ്തിട്ടുണ്ടെങ്കിൽ നരകത്തിലേക്ക് ദൈവം വിട്ടിട്ടുണ്ട്. പാതാളത്തിലേക്ക് ഇറങ്ങി എന്നുള്ളത് സത്യമാണ്. ജീവനോട് പാതാളത്തിൽ ഇറങ്ങി. അപ്പോൾ ഇത് വചനപരമായിട്ടുള്ള സത്യം വെളിപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് ഹാനോക്ക് ഇപ്പോൾ അവൻ്റെ ശരീരം മീതെയുള്ള പാതാളത്തിൽ ലയിച്ചു ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ ആത്മാവ് ഇപ്പോൾ വിശ്രമിക്കുന്നത് അബ്രഹാമിനോട് കൂടെ, ഹാബേലിനോട് കൂടെ, പഴയ ശ്രേഷ്ഠന്മാരുടെ കൂടെ മീതെയുള്ള യെരൂശലേമാകുന്ന നമ്മുടെ അമ്മയിൽ എന്ന് പറഞ്ഞാൽ മീതെയുള്ള യെരൂശലേമാകുന്ന നമ്മുടെ അമ്മയോടുള്ള ബന്ധത്തിൽ അവൻ്റെ ആത്മാവോടെ അകത്തെ മനുഷ്യൻ വിശ്രമിക്കുന്നു എന്നുള്ളതാണ് ദൈവത്താൽ നമുക്ക് തെളിയിക്കപ്പെട്ട് കിട്ടുന്ന വചനപരമായിരിക്കുന്ന സത്യമായിരിക്കുന്ന വചനം. ഇതിൽ നിന്ന് ഹാനോക്ക് എവിടേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു ചിന്തയിലേക്ക് ആരെങ്കിലും പോകാതെ സത്യവചനത്തിന് വേണ്ടി നിൽക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ ഒന്നാമത്തെ അപൂർവ സംഭവമായിരിക്കുന്ന കാര്യത്തിന് ആ പഠനത്തിന് ഞാൻ ഇവിടെ വിരാമം കുറിക്കുകയാണ്. ഇത് സംബന്ധമായി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചോദിക്കാം, മനസ്സിലാക്കാം. സംശയമുണ്ടെങ്കിൽ അത് ചോദിക്കാം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർത്തുവിടാനും അതിന് സമയം കണ്ടെത്താനും ഞാൻ ബാധ്യസ്ഥനാണ്, ഉത്തരവാദിത്തമുള്ളവനാണ്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും ചോദ്യാവലികൾ ഉണ്ടാകുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങൾക്കത് ഷെയർ ചെയ്യാമെന്ന് ഓർപ്പിച്ചുകൊണ്ട് മരണം കാണാതെ ജീവനോടെ മാറ്റപ്പെട്ടവരിലെ മനുഷ്യരായിരുന്ന ഹാനോക്ക് മീതെയുള്ള പാതാളത്തിലേക്കും മനുഷ്യരായിരുന്ന കോരവും കൂട്ടരും അവരുള്ള സകലതും അധോ പാതാളത്തിലേക്കുമാണ് എത്തിച്ചേർന്നത്. ആ വചനപരമായിട്ട് അവിടെ ആത്മാക്കൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ശരീരം എവിടെയാണോ അവിടെ ലയിച്ചു ചേർന്നിട്ടുണ്ട്. പുനരുത്ഥാന സമയത്ത് അത് എവിടെ മരിച്ചാലും, കടലിൽ പോയി മരിച്ചാലും, പാതാളത്തിൽ പോയി മരിച്ചാലും, അതല്ല സ്പേസിൽ മരിച്ചാലും, എവിടെ മരിക്കുന്നു എവിടെ എന്നുള്ളതല്ല വിഷയം. ഏത് നിലയിൽ മരിക്കുന്നതിനാണ് പ്രസക്തിയുള്ളത്. നാം എവിടെ മരിക്കുന്നു, എവിടെ അടക്കപ്പെടുന്നുള്ളതല്ല. ഇവിടെ അന്യദേശത്ത് പോയി അന്യഗ്രഹത്തിൽ പോയി മരിച്ചാൽ അവിടെ പോയി രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത്. ശരീരം അവിടെ ചേരുന്നേ ഉള്ളൂ. ആത്മാവിനെ ന്യായം വിധിക്കുന്ന ദൈവം വിളിക്കേണ്ട സമയത്ത് വിളിച്ചു വരുത്തി പുനരുത്ഥാനം ചെയ്തുകൊണ്ട് അതോടെ പറഞ്ഞ പാതാളത്തിൽ പോയാൽ എനിക്കിവിടെ രക്ഷയില്ല, സമുദ്രത്തിൽ അടിയിൽ പോയി വിളിച്ചാൽ അവിടെയും രക്ഷയില്ല, എവിടെ പോയാലും രക്ഷയില്ല. ദൈവത്തിന്റെ കയ്യിലാണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സർവശക്തനെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അവനെ കൈപിടിഞ്ഞ് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? ദൈവത്തെ മറഞ്ഞ് എവിടെയെങ്കിലും മറയാൻ പറ്റുമോ? നിനക്ക് അന്യഗ്രഹത്തിൽ പോയി ഒളിക്കാൻ കഴിയത്തില്ല. ചന്ദ്രനിലോ ചൊവ്വയിലോ ഏതെല്ലാം ഗ്രഹത്തിൽ പോയി ഒളിച്ചാലോ അവിടെ ഒളിക്കാൻ കഴിയത്തില്ല. മരണം അവിടെ പിടിക്കും, മരണം ഉണ്ടാകും, ശരിയോടെ ചേരും. നീ സമുദ്രത്തിന് അടിയിൽ ചെന്നപ്പോ സംഗീതത്തിൽ പറഞ്ഞിട്ടില്ലേ, സമുദ്രത്തിൽ ഞാൻ ചെന്ന് വസിക്കാന്ന് വെച്ചാൽ അവിടെ നിന്റെ സാന്നിധ്യമുണ്ട്. പാതാളത്തിൽ പോകാമെന്ന് വിചാരിച്ചാൽ അവിടെ നിന്റെ സാന്നിധ്യമുണ്ട്. എവിടെ പോകാമെന്ന് പറഞ്ഞാലും അവിടെയെല്ലാം നിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ദൈവത്തെ മറികടന്ന്, ദൈവത്തെ മറച്ചു വെച്ച് ആർക്കും ഒരിടത്തും ഒളിക്കാൻ കഴിയത്തില്ല. ഒരുപക്ഷെ ഇവിടുത്തെ ഭാരം കൊണ്ട്, വേദന കൊണ്ട് ഇവിടുത്തെ ലോകത്തുനിന്ന് ഓടി ഒളിക്കാം, ആത്മഹത്യ ചെയ്താൽ മാറുന്നുണ്ട്. പക്ഷേ കുഞ്ഞെ, നിരാത്യ സന്ദേശം കേൾക്കുമ്പോൾ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനേ കഴിയത്തുള്ളൂ. പക്ഷേ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കണം.
ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത്. പാതാളത്തിൽ പൊളിച്ചാലോ അന്യഗ്രഹങ്ങളിൽ പോയി എവിടെ പോയി താമസം ഉറപ്പിച്ചാലോ രക്ഷപ്പെടാൻ കഴിയത്തില്ല. സർവശക്തനായിരിക്കുന്ന സൃഷ്ടാവാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഒരു സൃഷ്ടിക്ക് പോലും മറഞ്ഞിരിക്കുവാനോ രക്ഷപ്പെടുവാനോ കഴിയത്തില്ല. എന്നാൽ അവനിൽ സമർപ്പിക്കുന്ന ഹാനോക്കിനെ പോലുള്ളവർക്ക് വേണ്ടി ദൈവം കരുതിയത് എത്ര ശ്രേഷ്ഠമാ. ഒരിക്കലും ജീവിതം നഷ്ടമാകത്തില്ല. ദൈവത്തിലും അവരുടെ വചനത്തിൽ വിശ്വസിച്ച് ക്രിസ്തു ജീവിതം യഥാർത്ഥമായ ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച പഴയ നിമിഷന്മാരെ ദൈവം കൈവിട്ടിട്ടില്ലെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവം കൈവിടത്തില്ല. ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങൾക്ക് മാറ്റമില്ല എന്നുള്ളത് സത്യമായതുകൊണ്ട് അന്ന് ഹാനോക്ക് എടുക്കപ്പെട്ടെങ്കിൽ ഇന്ന് നാം ജീവിക്കുന്നത് പ്രത്യാശയോടെ ജീവിക്കുന്നത് നിരാത്രിയിൽ ദൈവത്തിന്റെ കർത്തൃകാകളം ധനിക്കുകയാണെങ്കിൽ കർത്താവിന്റെ ഗംഭീരത കർത്താവിന്റെ കാകളം ധനിക്കുകയാണെങ്കിൽ നാം രൂപാന്തരപ്പെടണം, എടുക്കപ്പെടണം. എവിടേക്ക് എടുക്കപ്പെടും? മധ്യാകാശത്തിൽ നിന്ന് അവിടെയല്ല മണിയറയ്ക്ക് നമ്മളെ മണിയറ ആക്കി വെക്കുന്നത്, സ്വർഗീയ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടും. ഇവിടുന്ന് എത്രയും വേഗത്തിൽ ആ സിംഹാസനത്തിരിപ്പാൻ യോഗ്യത പ്രാപിക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ ഇന്ന് മണ്ണിൽ ജീവിക്കുന്ന ഈ ഈ മണ്ണിൽ ജനിച്ച് മൺപുരകളിൽ പാർത്ത് ചതഞ്ഞെറിഞ്ഞു പോകുന്ന മനുഷ്യൻ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ, അതെ, ഞാനും നിങ്ങൾ മണ്ണിൽ ജനിച്ച ഒരു മൺപുരകളിൽ പാർക്കുന്നവരുമാ. എന്നാൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ ഹേഗമുണ്ട്, സ്വർഗീയ കുടുംബമുണ്ട്, സ്വർഗീയ ഭവനമുണ്ട്. അവിടെ അവനോടുകൂടെ സിംഹാസനത്തിൽ വാഴാം എന്നുള്ള വാഗ്ദത്തം നമുക്ക് ലഭിച്ചിരിക്കുക. ആ വാഗ്ദത്തത്തിന്റെ പരമോന്നത വിളിയെ നാം നോക്കിക്കൊണ്ട് ദിവസങ്ങളിൽ ഉയരത്തിലേക്ക് നാം നോക്കിപ്പറയണം, എൻ്റെ വാസം അവനോട് കൂടെയാ, അവനോട് ചേരുവാനാ. ഹാനോക്ക് അങ്ങനെ പറഞ്ഞു നടന്നെങ്കിൽ ദൈവം അവനെ ആ ശരീരത്തോടെ എടുത്ത് അവനെ അവിടെ കൊണ്ടുപോകാൻ ഇടയാത്തിരുന്നെങ്കിൽ നമ്മെ കർത്താവ് ഉടലോടെ ഈ ശരീരത്തോടെ അല്ല എടുക്കുന്നത്, ഇതിന്റെ രൂപാന്തരം വരുത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മെ ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ദൂത് കൈമാറിക്കൊണ്ട് ഹാനോക്ക് നടന്ന നിഴലായത് ഏഴാം തലമുറക്കാനായിരിക്കുന്ന ഹാനോക്കിൽ നടന്ന സംഭവം ഏഴാമത്തെ സഭയാകുന്ന ലവോദിക്ക സഭയുടെ സമയത്ത് നടക്കും എന്നുള്ള ദൂത് ഒരിക്കൽ കൂടി പൊരുളായിട്ടുള്ളത് നടക്കുമെന്നുള്ളത് കൈമാറുന്നു. അതുപോലെ തന്നെ കോരകം കൂട്ടരും മത്സരിച്ച് അധമപാതാളത്തിലേക്ക് യാതന സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോയെങ്കിൽ അതുപോലെ കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ ജീവനോടെ എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും നിത്യ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടും, ജീവനോടെ തള്ളപ്പെടും. അന്ന് കല്യാണശാലയെന്ന് കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരുങ്ങാത്ത മടിയന്മാരെ നിത്യ നരകാഗ്നിയിലേക്ക് ജീവനോടെ തള്ളിക്കളയും. അന്ന് മഹത്വ സിംഹാസനം മുമ്പാകെയുള്ള ന്യായവിധിയിൽ അവിടുന്ന് ഇടതുവശത്ത് നിൽക്കുന്ന ശപിക്കപ്പെട്ടവരെ ജീവനോടെ തള്ളിക്കളയും. അതാണ് കൂട്ടരെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഹാനോക്ക് ഒരൊറ്റ ഒരുത്തനായിട്ടാണ് കാണിച്ചത്. ഹാനോക്കിനെ മണ്ണം കാണാതെ എടുക്കപ്പെട്ട ഒരുവനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കോരകും കൂട്ടരും അധമപാതാളത്തിലേക്ക് പോയ ഒരു കൂട്ടം, ഒരു സംഘമാണ് പോയത്, അല്ലേ? അങ്ങനെയാ പോയത്. പക്ഷെ ദൈവസഭ ഒരൊറ്റയ്ക്ക് എടുക്കപ്പെടുകയുള്ളൂ. എത്ര കൃത്യമായ നിഴലാന്നറിയാമോ? ഹനോക്കിനോടത്തിൽ ഭാര്യ പോയില്ല, ഹനോക്കിനോടത്തിൽ ആരും പോയില്ല, അവൻ ഒറ്റയ്ക്കാ പോയത്. കാരണം ഒരു കൂട്ടരെ മാത്രമേ എടുക്കുകയുള്ളൂ. എന്നാൽ ഈ കഥ രണ്ടാമത്തെ വരവെങ്കിൽ ജീവനോടെ തള്ളപ്പെടുന്നത് ഒരു എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും മാത്രമല്ല, മൃഗവും കള്ളപ്രവാചകനും അതുപോലെ അന്ന് ദുഷ്ടന്മാരായിത്തീർന്ന മനുഷ്യരെ മുഴുവനും ജീവനോടെയാണ് ദൈവം നിത്യനരകത്തിലേക്ക് തള്ളിക്കളയുന്നത്. അതാണ് അന്ന് കോരകം കൂട്ടരുടെ ജീവിതത്തിൽ നടന്ന നിഴല് പൊരുളായിത്തീരുന്ന കർത്താവ് രണ്ടാമത്തെ വരവിലാണ്. എന്നാൽ യേശു കർത്താവിന് വേണ്ടി ജീവിക്കുന്ന അവനോട് കൂടെ നടക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവിന്റെ മധ്യാകാശ വരവെങ്കിൽ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടും, സിംഹാസനത്തിലിരുത്തപ്പെടും എന്നുള്ളതാണ് ഇതിന്റെ പൊരുൾ എന്നുള്ളതും ഇന്ന് രാത്രി നമുക്ക് ഗ്രഹിച്ചെടുക്കുവാനായിട്ട് സാധിച്ചല്ലോ. അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. രണ്ടാമത്തെ വിഷയം, വംശാവലി കൂടാതെ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടവരെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ട് വ്യക്തികളാണ്. ഒന്ന് മൽക്കിസേദെക്ക്, രണ്ട് ഏലിയാവ്. ഇത് നമുക്കറിയാം. മൽക്കിസേദെക്കിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ എബ്രായർക്ക് ലേഖനം 7-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, അതുപോലെ അതിൻ്റെ അകത്ത് പല സ്ഥലങ്ങളിലും മൽക്കിസേദെക്കിനെ കുറിച്ച് അവന്റെ പൗരത്വത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ 7-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പ്രയോജനമായ ഈ മൽക്കിസേദെക്ക് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവും ഇല്ല,
അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 14 അധ്യായം അതിന്റെ 18 മുതൽ 20 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു മൽക്കിസദേക്ക്. അപ്പോൾ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന മൽക്കിസദേക്ക് ആരായിരുന്നു എന്നതിനെ കുറിച്ച് അവിടെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നെന്നും അവൻ ശാലേം രാജാവായിരുന്നെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ശാലേം എന്ന് പറഞ്ഞാൽ യെരൂശലേമുള്ള ബന്ധത്തിലുള്ള ശാലേം, സമാധാനത്തിന്റെ രാജാവ്. അവൻ പുരോഹിതൻ ആണ്. ഇപ്പൊ യേശു ക്രിസ്തുവിൻ നിഴലായി വന്ന മൽക്കിസദേക്ക് രാജാവും പുരോഹിതനുമായിരുന്നു. അപ്പോൾ അവനെയാണ് ഇവിടെ വെളിപ്പെടുത്തിയും സങ്കീർത്തനം 110:4, എബ്രായർക്കെഴുതിൽ 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, 7 അധ്യായം 1 മുതൽ 20 വാക്യങ്ങളിൽ മൽക്കിസദേക്കിനെ കുറിച്ച് രേഖപ്പെടുത്തുന്നവന് വംശാവലിയോ ജനനമരണ തെളിവുകളോ കൂടാതെ നിഴലായി വന്ന ഗോത്രപിതാവായ അബ്രഹാമിനെയാണ് അനുഗ്രഹിച്ചത്. മൽക്കിസദേക്ക് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് യുദ്ധം ജയിച്ചു വന്ന അബ്രഹാമിനെ എതിരേറ്റു, അവനെ അനുഗ്രഹിച്ചു. അവൻ മൽക്കിസദേക്കിന് 10-1 ദശാംശം കൊടുത്തു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ജയിച്ചു വന്ന അബ്രഹാമിനെയാണ് മൽക്കിസദേക്ക് അവൻ അപ്പവും വീഞ്ഞും കൊണ്ട് അവനെ എതിരേറ്റു. ഇതൊക്കെ നിഴലായിട്ട് നിൽക്കുമ്പോൾ ജയിച്ചു വന്ന അബ്രഹാമിനാണ് അപ്പവും വീഞ്ഞും കൊടുത്തത്, തോറ്റു വന്നവനല്ല. അപ്പോൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കും കർത്തൃമേശയൊക്കെ ഉണ്ട്, അപ്പവും വീഞ്ഞും ഉണ്ട്. അത് ജീവിതത്തിൽ തോറ്റു വരുന്നവനല്ല കൊടുക്കുന്നത്, ജയിക്കുന്നവർക്കാവുള്ളത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കർത്തൃമേശയുള്ള ബന്ധത്തിലും ഈ അന്ന് പ്രത്യക്ഷപ്പെട്ട ശാലേം രാജാവായിരിക്കുന്ന അല്ലെങ്കിൽ പുരോഹിതനായിരിക്കുന്നവൻ ജയിച്ചു വന്ന അബ്രഹാമിനാണത് കൊടുത്തത്, തോറ്റ അബ്രഹാമിനല്ല കൊടുത്തത്. ഇതൊക്കെ നിഴലായിട്ട് നിൽക്കുക. അപ്പൊ ജയിച്ചു വന്നവനെ അവനെ സ്വീകരിച്ച അപ്പവും വീഞ്ഞുമായിട്ട് അവനെ എതിരേറ്റെന്ന് പറയുന്നത്. ഇത് ജയാളികളെ കാണിക്കുക, പരാജിതരെ കാണിക്കുകയല്ല. അപ്പോൾ കർത്തൃമേശ, കർത്താവിന്റെ അപ്പവീഞ്ഞുകൾ അത് നമുക്ക് നൽകുന്നത് നാം ജീവിതത്തിൽ ജയാളികളായതുകൊണ്ടാണ്. അന്ന് അബ്രഹാം ജയിച്ചത് അന്നത്തെ പ്രബലന്മാരായിരിക്കുന്ന രാജാക്കന്മാരെ ജയിച്ചപ്പോൾ അവനെ എതിരേറ്റു. അങ്ങനെയാണെങ്കിൽ സാത്താനെയും അവന്റെ തന്ത്രങ്ങളെയും അവന്റെ സകല പൈശാചിക ആധിപത്യങ്ങളെയും ജയിച്ച് ജയാളികളായിത്തീരുന്നവർക്ക് വേണ്ടിയുള്ള, അഥവാ ജീവിതത്തിൽ ജയം നേടിയവർക്ക്, നിത്യജീവനിലേക്ക് പ്രവേശിച്ചവർക്കാണ് കർത്താവിന്റെ മേശയുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തു അത് ഒരുക്കിയിട്ട് പോയത്. കർത്താവ് അവസാനമായി നമുക്ക് വേണ്ടി ഒരുക്കിയത് കർത്താവിന്റെ മേശയും കർത്താവിന്റെ അപ്പവീഞ്ഞുകളെ ശരീരത്തെ തുല്യമാറ്റാൻ കാണിടയാത്തുന്നു. അത് നിഴലായിരുന്നു. അത് ജയിച്ചു വന്ന അബ്രഹാമിനെയാണ് എതിരേറ്റെന്നുള്ളത് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പ്രധാനമായിട്ടൊരു വിഷയം മൽക്കിസദേക്ക് അവന്റെ വംശാവലി അതിനെക്കുറിച്ചല്ല. ഇപ്പോൾ അവൻ ആരാണെന്നുള്ളത് തെളിയിച്ചെടുക്കാനല്ല. അവന് വംശാവലി ഒന്നും ഇല്ലാതെ ജനിച്ചു എന്നതിന്റെ അർത്ഥം അവന് ഈ ഭൂമിയിൽ പറയാൻ തക്കതായൊരു വംശാവലിയോ മാതാപിതാക്കളോ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ദൈവപുത്രൻ എന്നേക്കും തുല്യനായിട്ടിരിക്കുന്നുവെന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ മൽക്കിസദേക്ക് യേശു ക്രിസ്തുവിലുള്ള പുതിയ ദിന പൗരോഹിത്യത്തിന് മുമ്പായി വന്ന അവനായിരുന്നു. അഗരോന്യ പൗരോഹിത്യം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ മൽക്കിസദേക്കിന്റെ പൗരോഹിത്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പലർക്കും അഗരോന്യ പൗരോഹിത്യത്തെ കുറിച്ചുള്ള പിന്തുടർച്ചയാണ് പലരും കൊണ്ട് നടക്കുന്നത്. അത് തെറ്റായിട്ടുള്ളതാണ്. അത് ഇസ്രായേലിന് വേണ്ടി മാത്രമുള്ളതാണ് അഗരോന്യ പൗരോഹിത്യം. യേശു കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടു, അല്ലാതെ യേശു പൗരോഹിത്യം സ്വീകരിക്കുകയല്ല ചെയ്തത്. അവന് യോഹന്നാൻ അവിടെ സ്നാനപ്പെടുത്തിയെന്നേ ഉള്ളൂ. അല്ലാതെ യോഹന്നാൻ പോലും അവൻ മഹാപുരോഹിതന്റെ ശുശ്രൂഷ ചെയ്യാതെ മാറിയത് മരുഭൂമി വിളിച്ച ഒരു ശബ്ദമായിരുന്നു. അതോടുകൂടി പൗരോഹിത്യം തീർന്നു. യോഹന്നാൻ അതുകൊണ്ടാണ് സെക്രിയാവിന്റെ ആ കൂറിൽ നിന്ന് അവൻ മാറ്റി അത്യുന്നത പ്രവാചകനായി മാറിയത്. അപ്പോൾ ദൈവത്തിന്റെ ആലയത്തിന്റെ തിരശ്ശീല ചിന്തയോടുകൂടി അഗരോന്യ പൗരോഹിത്യത്തിന്റെ ആ പ്രബലമായിരിക്കുന്ന കാര്യങ്ങൾ അവിടെ അസ്തമിച്ചു, അവിടെ തീർന്നു. യേശുക്രിസ്തു വെളിപ്പെട്ടു, യഥാർത്ഥമായി നിയമപ്പെട്ടവൻ വെളിപ്പെട്ടതുകൊണ്ട് അന്നുണ്ടായിരുന്നതിനെ അത് തീർന്നുപോയി. എന്നാൽ ഇന്നും ഇതൊന്നും അറിയാതെ ഇപ്പോഴും തിരശ്ശീലയ്ക്കുള്ളിലുള്ള ശുശ്രൂഷ നടത്തുന്നവരുണ്ട്. എന്നാൽ കർത്താവിന്റെ കൃപയാൽ
തിരശ്ശീലയ്ക്ക് അകത്തേക്ക് പ്രവേശിപ്പാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് പുതിയ നിയമസഭ ദൈവമക്കൾ. ഇന്നും തിരശ്ശീലയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ നടക്കുന്ന പല ആരാധനകളും പല ശുശ്രൂഷകളും ഉണ്ടെന്നാൽ യേശു ക്രിസ്തുവിന്റെ ശരീരമാണ് തിരശ്ശീല ചീന്തിയതുകൊണ്ട് നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കാനുള്ള രാജകീയ പുരോഹിത വർഗമാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് അഗ്രഹന്യ പൗരോഹിത്യമല്ല, മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമാണ് യേശു ക്രിസ്തു പുരോഹിതനായത്. എന്നേക്ക് നിലനിൽക്കുന്ന മാറ്റമില്ലാത്ത മരണമില്ലാത്ത പൗരോഹിത്യം. ബാക്കിയുള്ളവർക്കെല്ലാം മരണമുണ്ട്. അഗ്രഹൻ മരിച്ചു, അവന് പകരം അവന്റെ മകനെ എലിയാസനെ മഹാപുരോഹിതനാക്കി. അങ്ങനെ മരണം അടുത്തയാളെ വസ്ത്രം ധരിപ്പിക്കും മഹാപുരോഹിതനാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന അഗ്രഹന്യ പൗരോഹിത്യമല്ല യേശു ക്രിസ്തു മുഖാന്തരമുള്ള പൗരോഹിത്യം. മൽക്കിസദേക്കിന് ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്. അത് മാറ്റമില്ലാത്തതാണ്. അതുകൊണ്ട് ഇസ്രായേലിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന പൗരോഹിത്യം എങ്ങനെയാണ് നമുക്കെടുക്കാൻ പറ്റുന്നത്? അത് എങ്ങനെയാണ്? നാം അവിടെ ആരുമായിട്ട് ബന്ധമുള്ളതാണോ? അല്ല, ഒന്നുമല്ല. അതുകൊണ്ടാണ് നമുക്ക് വേഷഭൂഷാദികളൊന്നുമില്ലാത്തത്, നമുക്ക് സിംഹാസനങ്ങളില്ലാത്തത്, അങ്ങനെയുള്ള യാതൊരുമായ കാര്യങ്ങളോ പുണ്യസ്ഥലങ്ങളോ നമുക്ക് സിംഹാസനങ്ങളോ ഇല്ലാത്തതിന്റെ കാരണം അതാ. ദൈവസഭ സ്ഥാപിക്കപ്പെട്ടത് യെരൂശലേമിലാണ്. അവിടെ പ്രത്യേകിച്ച് സിംഹാസനം ഉണ്ടാക്കിയില്ല. അവിടെ അടിസ്ഥാനപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ അവിടെ പറയുന്നില്ല. പിന്നീട് ക്രിസ്ത്യാനിയുടെ പേരായി തീർന്ന അന്ത്യോക്യയിൽ വെച്ചാണ്. അതൊന്നല്ലാതെ അവിടെയൊന്നും അവർ സിംഹാസനം ഉണ്ടാക്കി വെച്ചിട്ടില്ലായിരുന്നു. പക്ഷെ പിന്നീട് പലതും മാറി മാറി വന്നപ്പോൾ പലതും പലതുമാക്കി തീർന്നിട്ടുണ്ട്. പക്ഷേ കാലങ്ങൾ കൊണ്ട് പലതും, പ്രിയപ്പെട്ടവരെ, മാറ്റങ്ങൾ സംഭവിച്ചാൽ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. ക്രിസ്തുവിൽ വ്യാപരിച്ചിരുന്ന പൗരോഹിത്യം അഗ്രഹന്യ പൗരോഹിത്യമല്ല. യേശുവിന്റെ പൗരോഹിത്യം മൽക്കിസദേക്കിന്റെ പൗരോഹിത്യമാ. അത് ശാലേം രാജാവും ദൈവത്തിന്റെ അത്യുന്നതിന്റെ പുരോഹിതനുമായിരുന്ന മൽക്കിസദേക്ക് ദൈവത്തിന് തുല്യനായി നിന്ന ക്രിസ്തു രാജാവും പുരോഹിതനുമായി വെളിപ്പെട്ടത് പുതിയ നിയമത്തിൽ വെളിപ്പെട്ടു. അപ്പൊ പഴയ നിയമത്തിൽ അബ്രഹാം സകല ജാതികൾ നിന്നിൽ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ദൈവിക വാക്തത്വം അവന് പറഞ്ഞു തന്നുകൊണ്ട് യഥാർത്ഥത്തിലുള്ള രാജാവും കർത്താവും രക്ഷിതാവുമായ മഹാപുരുഷനായിരിക്കുന്ന യേശു ക്രിസ്തു അവനെ വെളിപ്പെട്ട് അവനെ അനുഗ്രഹിച്ചു എന്ന നിഴലാണെങ്കിൽ ക്രിസ്തു മുഖാന്തരമായി സകല മനുഷ്യർക്കുമുള്ള സകല വംശങ്ങൾക്കുമുള്ള അനുഗ്രഹമുണ്ട്. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള അബ്രഹാമുള്ള വാക്തത്വം ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചും ഓരോരുത്തരെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനും അവനെ അയച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യം നാം രാജകീയ പുരോഹിത വർഗമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്നത് മോശിക പ്രമാണത്തിലുള്ള അഗ്രഹന്യ പൗരോഹിത്യമല്ല, എന്നേക്ക് നിൽക്കുന്ന പൗരോഹിത്യമായ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം സ്വീകരിച്ച ക്രിസ്തുവേശു എന്നുള്ള അവന്റെ രക്തത്തിൽ നിന്ന് അഭിഷേകം പ്രാപിച്ച് ദൈവം നമ്മളെ രാജകീയ പുരോഹിത വർഗമാക്കിയത് കൊണ്ടാണ് നാം സ്തുതി സ്തോത്ര യാഗങ്ങൾ അർപ്പിക്കുന്നവരായി എപ്പോഴും ഏത് സമയത്തും ഒരിക്കലും അസ്തമിച്ചു പോകാത്ത എന്നേക്കും കത്തി നിൽക്കുന്ന എന്നേക്കും യാഗപീഠത്തിലെ തീ കെട്ടുപോകാതെ ഒരു സ്തോത്രമെങ്കിലും പറയാത്തൊരു ദിവസം ഒരു ഭക്തനില്ല. അതുകൊണ്ട് നമ്മളിൽ പകർന്നിരിക്കുന്ന തീ എന്നേക്കുമുള്ളതാണ്. അതെന്നും കത്തിക്കൊണ്ട് നിൽക്കുന്നത്, എപ്പോഴും സ്തോത്രം പറയുന്നത്, എപ്പോഴും യേശു എന്ന് പറയുന്നത്, എന്തെങ്കിലും ഏതിനും എപ്പോഴും താങ്ക് യു ജീസസ് എന്ന് പറയുന്ന ദൈവത്തിന് നാം എപ്പോഴും സ്തുതി സ്തോത്ര ഞങ്ങൾ അർപ്പിക്കുമ്പോൾ ഈ തീ കെട്ടുപോകാതിരിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നപ്പോൾ ഇവന് ആരംഭമില്ല അവസാനമില്ല എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിനുള്ള ബന്ധത്തെ നമുക്ക് അതിനെ തെളിയിച്ചെടുക്കേണ്ടതും അത്യാവശ്യമാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. എന്നാൽ യേശു ക്രിസ്തുവിനുള്ള ബന്ധത്തെ നമുക്ക് പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിന് മാതാവുണ്ട്. മനുഷ്യനുള്ള ബന്ധത്തിൽ അവന് മാതാവുണ്ട്, മനുഷ്യനുള്ള ബന്ധത്തിൽ എന്നാൽ അവന് പിതാവില്ല. മാതാവുണ്ട്. അവൻ ജനിച്ചത് ഒരു അമ്മയുടെ ഉദരത്തിലെ മറിയയിലാണ്. സ്ത്രീയുടെ സന്തതിയിലാണ് യേശു ജനിച്ചത്. യേശുവിന് മാതാവുണ്ട്, എന്നാൽ പിതാവില്ല. ഈ ലോകത്തിലുള്ള ഒരു പിതാവും ഇല്ല. ആദവി വംശത്തിൽപ്പെട്ട ഒരുവനല്ല യേശു കർത്താവിന്റെ പിതാവ്. എന്നാൽ ആദവി വംശത്തിൽപ്പെട്ട ഒരുവളായിരുന്നു യേശുവിന്റെ മാതാവ്. അപ്പോൾ യേശുവിന് മനുഷ്യനുള്ള ബന്ധത്തിൽ അവന് മാതാവുണ്ട്, എന്നാൽ പിതാവില്ല. എന്നാൽ യേശു ദൈവപുത്രനുള്ള ബന്ധത്തിൽ മനുഷ്യനുള്ള ബന്ധത്തിൽ ഒരു വംശാവലിയുണ്ട്, എന്നാൽ അവന് ദൈവപുത്രനുള്ള ബന്ധത്തിൽ വംശാവലിയില്ല. യേശു ക്രിസ്തുവിന് മനുഷ്യനുള്ള ബന്ധത്തിൽ ജീവാരംഭവും ജീവാവസാനവും ഉണ്ടെന്നാൽ ദൈവപുത്രനുള്ള ബന്ധത്തിൽ അവന് ജീവാരംഭവും ജീവാവസാനവും ഇല്ല. അവൻ ദൈവപുത്രൻ തുല്യനായി
എന്നേക്കും എന്നേക്കും ഇരിക്കുന്നവൻ. അപ്പോൾ മനുഷ്യരുടെ ബന്ധത്തിൽ യേശുവിന് മാതാവുണ്ട്, യേശുവിന് വംശാവലിയുണ്ട്, യേശുവിന് ജീവാരംഭവും ജീവാവസാനവും ഉണ്ട്. എന്നാൽ ദൈവപുത്രൻ എന്നുള്ള ബന്ധത്തിൽ യേശുവിന് അവന് മാതാവില്ല, അവന് വംശാവലിയില്ല, ജീവാരംഭമില്ല, ജീവാവസാനവുമില്ല. ഇപ്പൊ യേശുക്രിസ്തു മനുഷ്യരുടെ ബന്ധത്തിൽ മാതാവുണ്ട്, അവന് പിതാവില്ല. അവന് ദൈവത്തിനുള്ള ബന്ധത്തിൽ അവന് വംശാവലിയും ജീവാരംഭവും ജീവാവസാനവുമില്ല. എന്നാൽ മനുഷ്യനുള്ള ബന്ധത്തിൽ യേശുവിന് മാതാവുണ്ട്, വംശാവലിയുണ്ട്, ജീവാരംഭമുണ്ട്, ജീവാവസാനം. എന്നാൽ കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി വന്നതുകൊണ്ട് അവന് ഒരാരംഭവും അവസാനം ഇവിടെ കാണാൻ സാധിക്കും. ഒരു മാതാവുണ്ടായിരുന്നു, എന്നാൽ അവന് പിതാവില്ലായിരുന്നു. അവൻ സ്വർഗീയ പിതാവിൻ്റെ ഓമനപുത്രനാണ്. അവന് വംശാവലിയില്ല, അവന് ജീവാരംഭമില്ല, ജീവാവസാനമില്ല. അവൻ ക്രിസ്തുയേശു നിഴലായി വന്നിരിക്കുന്നു എന്നതാണ് മൽക്കിസദേക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത്. ഇത് സംബന്ധമായി കൂടുതൽ ഒരു പഠനത്തിലേക്ക് പോകേണ്ട ഞാൻ ആഗ്രഹിക്കും. യേശു ക്രിസ്തുവിൻ്റെ നിഴലായി വന്ന അത്യുന്നതിൻ്റെ പുത്രൻ്റെ നിഴലായി വന്ന പുരോഹിതന് രാജാവും പുരോഹിതനുമായ യേശുവിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ ദൈവം, സമാധാനം. യേശു ക്രിസ്തു ക്രൂശിന്മേൽ മരണത്തെ ജയിച്ച് അവൻ്റെ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി. അതാണ് ക്രിസ്തു രാജാവായി വന്നത്, ശാലേം രാജാവ്, സമാധാനം. ക്രിസ്തു ക്രൂശിച്ചൊരിഞ്ഞ രക്തം കൊണ്ടാണ് സമാധാനം. പുരോഹിതനായി തീർന്നത് ആ രക്തവുമായി ആണ്ടിലൊരിക്കൽ മാത്രം സ്ഥിരശീലയ്ക്കകത്തേക്ക് മഹാപുരോഹിതൻ പ്രവേശിച്ചിരുന്നെങ്കിൽ സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിന്റെ സ്വന്തം രക്തവുമായി യേശു കർത്താവ് സ്വർഗത്തിലേക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ യേശു കർത്താവ്, അവൻ നമ്മുടെ കർത്താവ്, കുഞ്ഞാടാം ദൈവം, അവൻ രാജാവായി സമാധാനം സ്ഥാപിച്ചു. അവന്റെ രക്തം കൊണ്ട് സമാധാനം സ്ഥാപിച്ച തിരുരക്തം കൊണ്ട് അവൻ തിരശ്ശീലയ്ക്കകത്തേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് ഇവിടെ സ്ഥാപിച്ചെടുപ്പാൻ ഇടയാത്തത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പാണ് ലഭിച്ചിരിക്കുന്നത്. അവന്റെ രക്തം മുഖാന്തരമായി, അവന്റെ ജീവൻ മുഖാന്തരമായി അവൻ തന്നിരിക്കുന്ന സമാധാനം. കർത്താവ്, ഞാൻ തരുന്ന സമാധാനം നിത്യസമാധാനമാണ്. ആ സമാധാനം ശാലേം രാജാവായി വന്ന മൽക്കിസദേക്ക് നിഴലാനെങ്കിൽ നമുക്ക് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം സമാധാനമുണ്ട്. അവന്റെ രക്തം മറുവിലയായി തീർന്നതുകൊണ്ട് നമുക്ക് എന്നേക്കുമുള്ള വീണ്ടെടുപ്പുണ്ട്. മഹാപുരോഹിതൻ. അപ്പോൾ യേശു ക്രിസ്തു രാജാവാണ്, അവൻ മഹാപുരോഹിതൻ. ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട്. നമുക്ക് മഹാപുരോഹിതനുണ്ടോ? ഉണ്ട്. നമ്മുടെ മഹാപുരോഹിതൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. ഞാൻ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ യേശു ക്രിസ്തു ആരാകുന്നുള്ളത് മനസ്സിലാകണമെങ്കിൽ നിത്യർ വെളിപ്പാട് എന്നുള്ള പുസ്തകം എളിവൻ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചാൽ നമുക്കവിടെ ക്രിസ്തു ആരാകുന്നുള്ളതിനെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവൻ ലോകരക്ഷിതാവ്, അവൻ സൃഷ്ടിതാവാണ്, രക്ഷിതാവാണ് എന്നുള്ള 7 വിഷയങ്ങളെ സംബന്ധമായിട്ടുള്ള ഒരു പഠനം ക്രിസ്തുയേശുവിന് സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വന്നിരിക്കുന്നത് ഈ മൽക്കിസദേക്ക് എന്നുള്ളത് അത് ജീവാരംഭമോ ജീവാവസാനമോ ഇല്ലാത്തവനായിരുന്നു, വംശാവലി ഇല്ലാത്തവനായിരുന്നു. അവന് പിതാവില്ല, മാതാവില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്തുയേശു നമുക്ക് ഇതെല്ലാം കാണാൻ സാധിക്കും. കർത്താവ് വരുത്തിയ സമാധാനത്തിനായി അനുഭവിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യാം. ഇന്നും നാം സ്വസ്ഥതയല്ലേ, സമാധാനമല്ലേ? എന്തുകൊണ്ടാ ഇവിടെ ഇത്ര സമയം ഇരുന്നത്? ദൈവം തന്ന സ്വസ്ഥത കൊണ്ടാ. അനേർക്ക് ഇരിക്കാൻ കഴിയത്തില്ല. പലർക്കും ചിരിക്കണം, അല്ലെങ്കിൽ പലരും കണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. സ്വസ്ഥതയോടെ ദൈവസന്നിധിയിൽ വചനം കേൾക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ സമയത്തിന്റെ നല്ലൊരു ഭാഗം കർത്താവിന് സന്നിധി ഇരിക്കുന്നതിനേക്കാൾ എത്ര വലിയൊരു ഭാഗ്യമില്ലല്ലോ. ആ സമാധാനത്തിനും സ്വസ്ഥതയ്ക്കുമായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സമാധാനത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല, സ്വസ്ഥതയിലിരിക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ കുഞ്ഞാണ്ട് രക്തമുഖാൻ തന്ന ജയത്തിനായി അസ്വസ്ഥതയ്ക്കായി സ്തോത്രം. രണ്ടാമത്തെ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞത് ഏലിയാവാണ്. ഏലിയാവിന് വംശാവലിയോ മാതാപിതാക്കളെക്കുറിച്ചുള്ള പരാമർശമോ ഇസ്രായേലിന്റെ ഏത് ഗോത്രത്തിൽപ്പെട്ടവനെന്നോ ഉള്ള വെളിപ്പെടുത്തലുകളിൽ ഒന്നുമില്ലാതെ മൽക്കിസദേക്കിനെ പോലെ നിഴലായി പ്രത്യക്ഷപ്പെട്ടവനാണ് ഏലിയാവ്. അതേക്കുറിച്ച് പറയുന്നത് 1 രാജാക്കന്മാർ 17:1 പറയുന്നത് ഗിലെയാദിലെ തിസ്ബിനായ ഏലിയാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗിലെയാദിലെ തിസ്ബയിൽ നിന്ന് തിസ്ബനായ ഏലിയാവ്. അവന് ഒരു സ്ഥലം പറഞ്ഞു. യേശു ക്രിസ്തു വന്നപ്പോൾ
നസ്രായൻ എന്ന് പറഞ്ഞു. നസ്രായൻ, അവൻ നസ്രായനായി വിളിക്കപ്പെടും എന്ന് പറഞ്ഞതുപോലെ ഒരു ദേശത്തു നിന്ന് വന്നു. യേശു ക്രിസ്തു എങ്ങനെ ജനിച്ചത് നമുക്കറിയാം. അമ്മയുടെ ഉദരത്തിൽ, മറിയുടെ ഉദരത്തിൽ ക്രിസ്തു യേശുവിൻ്റെ പിതാവ്, സ്വർഗീയ പിതാവിനാൽ ജനിക്കപ്പെട്ടവനാണ് ദൈവത്തിനായിരിക്കുന്ന ക്രിസ്തു. അവൻ നസ്രായൻ എന്നറിയപ്പെട്ടു. എന്നാൽ ഇവിടെ ഏലിയാവിനെ തിസ്ബയിൽ നിന്ന് തിസ്ബനായ ഏലിയാവ് എന്നുള്ളതേ ഉള്ളൂ. ഗിലെയാദിൽ നിന്നാണ് അവനെ വെളിപ്പെടുന്നത്. അവന് ദൈവം അയച്ച സ്ഥലത്ത് ഗിലെയാദിലായിരുന്നു, അവൻ അവിടെയായിരുന്നു അവൻ്റെ താമസ സ്ഥലം എന്നാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. വ്യക്തിപരമായ വിശകലനം അതിൻ്റെ പ്രത്യക്ഷബന്ധത്തിൽ എത്രമാത്രമാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തിസ്ബനായ ഗിലെയാദിൽ നിന്ന് തിസ്ബയിൽ നിന്ന് തിസ്ബനായ ഏലിയാവ്. ആഹാബ് രാജാവിന്റെ കാലത്ത് ഇസ്രായേലിൽ ഇസബേലിന്റെ നേതൃത്വത്തിൽ ബാൽ, അശേര, പ്രവാചകന്മാരുടെ പ്രവൃത്തികളാൽ ഇസ്രായേൽ ജനം വഞ്ചിക്കപ്പെട്ട് സത്യദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ 7000 പേരുടെ ശേഷിപ്പും രഹസ്യമായ യഹോവയ്ക്ക് ഇസ്രായേൽ അന്നുണ്ടായിരുന്നുവെങ്കിലും പരസ്യമായി രാജകൊട്ടാരത്തിലേക്ക് മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്നുള്ള കഠിന ദൂത് അറിയിക്കുവാൻ ദൈവം നിയോഗിച്ചയച്ച ശക്തനായ പ്രവാചകനായിരുന്നു ഏലിയാവ്. ഏലിയാവ് ആരാന്ന് ചോദിച്ചാൽ ഇതാണ് എൻ്റെ ഒരു 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 ഷോർട്ടായിട്ടുള്ളൊരു വിവരണം, ചെറിയൊരു വിവരണം ഏലിയാവിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ, ആഹാബ് രാജാവിന്റെ കാലത്താണ് തിസ്ബനായിരിക്കുന്ന ഏലിയാവിനെ ദൈവം വെളിയിൽ കൊണ്ടുവന്നത്. അവൻ ചെയ്തെന്താണ്? അവിടെ ഇസബേലിന്റെ നേതൃത്വത്തിൽ ബാൽ, അശേര, പ്രവാചകന്മാരുടെ പ്രവൃത്തികളാൽ ജനം വഞ്ചിക്കപ്പെട്ടു പോയി. അവര് സത്യദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ആ കാലഘട്ടത്തിലും 7000 പേരെ ദൈവം ശിക്ഷിപ്പിച്ചിരുന്നു. ഏലിയാവിനോട് ചോദിക്കുന്നത്, ഞാൻ ഒരുത്തൻ മാത്രം എന്നൊക്കെ പറയുമ്പോൾ, കർത്താവ് നിനക്കറിയത്തില്ല ഏലിയാവേ, നീ ദൂതനായി വന്നതാ. നീ വിചാരിക്കുന്ന ഞാൻ സൃഷ്ടിച്ച മനുഷ്യവംശത്തിൽ നിന്നുള്ള എല്ലാവരും തെറ്റിപ്പോയെന്നാണോ വിചാരിച്ചത്? പക്ഷെ അവർക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, അവരുടെ തല പോകും. നിന്നെ അതുകൊണ്ടാണ് ഞാൻ വെളിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം അന്ന് ആരെങ്കിലും ഇങ്ങനെ ചെന്നു കഴിഞ്ഞാൽ മനുഷ്യനാണെങ്കിൽ അവന്റെ തല വെട്ടിക്കളയും, അവനെ ഇല്ലാതാക്കി കളയും, അവനെ ദൈവത്തിന് അവനെ എടുത്തുകൊണ്ട് പോവാം. പക്ഷേ ആ കാലഘട്ടത്തിൽ ഇവരെ രഹസ്യമായി 7000 പേരെ ഒളിപ്പിച്ചപ്പോൾ ഈ രാജകൊട്ടാരത്തിൽ പോയി കഠിനമായ ദൂതറിയിക്കേണ്ട ദൗത്യം ദൈവം ഏലിയാവിനാണ് ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെ അവൻ പോയി. അങ്ങനെ പറഞ്ഞത്, ഇസ്രായേൽ 3.5 വർഷത്തെ കൊടിയ വേനലിന് ശേഷം വീണ്ടും യഹോവയുടെ കൽപ്പന പ്രകാരം തന്നെത്താൻ ആഹാബിനെ വെളിപ്പെടുത്തി. അവൻ കർമ്മേൽ പർവ്വതത്തിൽ എല്ലാ ഇസ്രായേലിലെ ബാല്യ പ്രവാചകന്മാരെ 450 പേരെ, വശാല പ്രവാചകന്മാരെ 400 പേരെ കൂട്ടി വരുത്തുകയും യാഗത്തെ ദഹിപ്പിക്കാനുള്ള അഗ്നി ഇറക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. അവിടെ നമുക്കറിയാം, അഗ്നി ഇറക്കി വെളിപ്പെടുത്തുന്നതാണ് ദൈവം എന്ന് പറഞ്ഞിരുന്നു, സാക്ഷാൽ ദൈവം എന്ന് പറഞ്ഞു. അപ്പം അതിന് അവർ യാഗം നടത്തി വൈകുന്നേരം വരെ ആയിട്ടും നടന്നില്ല. എന്നാൽ കർമ്മേലിന്റെ കൊടുമുടിയിൽ ദൈവത്തിന്റെ അഗ്നി ഇറക്കി യാഗത്തെയും യാഗപീഠത്തെയും ദഹിപ്പിച്ച് യഹോവ തന്നെ സത്യദൈവം എന്ന് വെളിപ്പെടുത്തി ഇസ്രായേലിനെ യഹോവയെങ്കിലേക്ക് മടക്കി വരുത്തിയതും ഏലിയാവായിരുന്നു. ഏലിയാവിന്റെ ദൗത്യം അതാ. അവനെ ദൂതറിയിച്ചു. മാത്രമല്ല 3.5 വർഷം കഴിഞ്ഞപ്പോൾ ദൈവത്തിന് മനസ്താപമുണ്ടായി, സ്ഥഗതാപം തോന്നി. ഇനി പോയാൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ദൈവം സൃഷ്ടിച്ച, ദൈവം വീണ്ടെടുത്ത് ഇസ്രായേലിനെ യാക്കോബിന്റെ പുത്രന്മാർ മുടിഞ്ഞു പോകാതിരിക്കുന്നത്, യാക്കോബിന്റെ പുത്രന്മാർ നശിച്ചു പോകാതിരുന്നത് ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്. അവൻ മനസ്സിൽ കാണിച്ചതുകൊണ്ടാണ്, ദൈവം കരുണ കാണിച്ചുകൊണ്ട് ആ രാജ്യം നശിച്ചു പോകാതിരുന്നത്. 3.5 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് വേണ്ടി മഴ പെയ്ച്ചു. ദൈവം ശക്തമായ ശുശ്രൂഷ ചെയ്തുവെങ്കിലും ഇസബേലിന്റെ ഭീഷണിയിൽ ഭയപ്പെട്ട് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയി. മരിക്കുമെന്ന് പേടിച്ചോടിപ്പോയി. മരിക്കത്തില്ലായിരുന്നു, പക്ഷെ അവന് പേടി വന്നു. മനുഷ്യനായി വന്ന അവന്റെ ജീവിതം അത് മനുഷ്യനായി തന്നെ. ഇപ്പം നമുക്കറിയാം, നമ്മുടെ കർത്താവ് മനുഷ്യനായി വന്നുകൊണ്ട് അവൻ കരഞ്ഞു, അവൻ വേദന അനുഭവിച്ചു, അവൻ മരിക്കേണ്ടി വന്നു, മരിച്ചു. ദൈവത്തിന് മനുഷ്യനായി വരാമെങ്കിൽ ഒരു ദൂതനും മനുഷ്യനായി വരാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവൻ ഓടുകയാണ്, പ്രാണരക്ഷ ഓടിപ്പോയി. ചൂരച്ചെടിയുടെ കീഴിൽ മരണത്തെ ആഗ്രഹിച്ചിരുന്നു. അവിടെ നിന്ന് അവനെ യഹോവ ഹോരേബിൽ എത്തിച്ചു. എന്നെ കൊല്ലുമെന്നുള്ള പേടി വന്നപ്പോൾ അവിടെ ഓടുകയാണ്. ഓടി ചൂരച്ചെടിയുടെ കീഴിൽ പോയി പാർത്തു. പക്ഷേ
ദൈവം അവനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് കോരേബിലെത്തിച്ചു. അവിടെ വെച്ച് അവന് പ്രത്യക്ഷനായി തുറന്നു ചെയ്യേണ്ട ശുശ്രൂഷയുടെ വിവരണം കൊടുത്തു. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അവസാനമായി ചുഴലിക്കാറ്റിൽ അഗ്നിമയ രഥവും അഗ്നിശസ്യങ്ങളും വന്ന് സ്വർഗത്തിലേക്ക് അവനെ എടുക്കുകയും ചെയ്യുന്ന ചരിത്രമാണ് ഏലിയാവിനെ കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യവും ആണ് രത്നച്ചുരുക്കമായി ഞാൻ ഇവിടെ പ്രസ്താവിച്ചത്. അവൻ എവിടുന്ന് വന്നു, എന്ത് ശുശ്രൂഷ ചെയ്തു, എന്താണ് അവസാനമായി ചെയ്തത്? ഇസ്രായേലിനെ മടക്കി വരുത്തി, ദൈവത്തിന്റെ തീയിറക്കി. നമുക്കറിയാം, കർമ്മേൽ പർവ്വതത്തിൽ തീയിറക്കി സാക്ഷാൽ ദൈവം എന്ന് വെളിപ്പെടുത്തി ഇസ്രായേലിനെ മടക്കി വരുത്തി. അത് കഴിഞ്ഞപ്പോൾ പ്രാണരക്ഷാർത്ഥം ഓടി. നമുക്കറിയാം, മുമ്പേ ഓടിയതാ ആഹാബിന്റെ രഥത്തിന് മുമ്പാകെ ഓടിയവനാ, കൊട്ടാരത്തിന് വരെ ഓടിയവനാ. പക്ഷേ കൊട്ടാരത്തിൽ നിന്ന് തല എടുത്ത് കളയെന്നുള്ള കാര്യം അറിവ് കിട്ടിയപ്പോൾ അവൻ ചോരച്ചെടിൽ കീഴിൽ പോയി പാർത്തു. പക്ഷേ അവിടുന്ന് അവനെ എഴുന്നേൽപ്പിച്ച ദൈവം കോരേബിൽ കൊണ്ട് എത്തിച്ച് അവിടുന്ന് ദൈവം അവനോട് ദൂത് പറഞ്ഞ് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു, ഇന്ന ആളെ നിനക്ക് പ്രവാചനായിട്ട് രാജാവായിട്ട് അഭിഷേകം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷമായി സ്വർഗത്തിലേക്ക് അവനെ എടുത്തു എന്നുള്ളത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ഹാനോക്കിനെ സ്വർഗത്തിലേക്ക് എടുത്തു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല, എന്നാൽ ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുത്തു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഹാനോക്കിന്റെ വംശാവലി പറഞ്ഞിട്ടുണ്ട്, അവന്റെ ആയുസ് പറഞ്ഞിട്ടുണ്ട്, അവന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവനെ മരണം കാണാതെ എടുത്തു എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് എടുത്തു പറഞ്ഞിട്ടില്ല. ഇവിടെ ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുത്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഏലിയാവ് ഒരു മനുഷ്യന്റെ ശുശ്രൂഷ ചെയ്തയാളാണ്, മനുഷ്യനെ പോലെയായിരുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ ശക്തമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ശക്തമായ സുവിശേഷം പറയും, ആരോട് സാക്ഷ്യം പറയും, എല്ലാം ചെയ്യും, മുമ്പിൽ നിൽക്കും. അല്ലേ, നമ്മൾ പരസ്യവും പ്രസംഗിക്കും, കൺവെൻഷൻ വേണേൽ പ്രസംഗിക്കും, അല്ല നമ്മൾ വീടുകളിൽ പോയി സുവിശേഷം പറയും, പ്രാർത്ഥിക്കും, ബോധശാന്തി നടത്തും, എല്ലാം ചെയ്യും. പക്ഷേ പെട്ടെന്ന് ഒരു ചെറിയ വിഷയം വന്നാൽ മതി, നാം എന്ത് ചെയ്യും? വളരെ പുറകോട്ട് പോകും. ഏലിയാവിനെ പോലെ ആയിത്തീരും. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു ഏലിയാവ്. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 17-18 വാക്യങ്ങൾ. അപ്പൊ ഏലിയാവ് മനുഷ്യനല്ല എന്ന് പഠിപ്പിക്കുമ്പോൾ മനുഷ്യനാണെന്ന് രേഖപ്പെടുത്തിയ വചനം പഠിപ്പിച്ചിട്ടേ അല്ല എന്ന് പഠിപ്പിക്കുകയുള്ളൂ. അതിനാണ് ഇന്ന് രാത്രി ഇത് മുഴുവൻ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഒരു ഭാഗം എടുക്കാതെ അങ്ങനെ രേഖപ്പെടുത്തി പഠിപ്പിക്കാതെ മനസ്സിലാക്കാതെ പഠിപ്പിക്കുന്നതല്ല. ഇപ്പൊ നിഴലായി സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട അത്യുന്നതപുരവനായ മൽക്കിസേദെക്ക് ദൈവപുത്രൻ തുല്യനായിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട ഏലിയാവ് മനുഷ്യതുല്യനായിരുന്നു. അങ്ങനെ പേരിട്ടു ഏലിയാവെന്ന്. മനുഷ്യതുല്യനായിരുന്നു. വിവിധ സന്ദർഭങ്ങളിൽ ദൂതന്മാർ മനുഷ്യവേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 3 ദൂതന്മാർ അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടത് നമുക്ക് പിതാപുത്ര പരിശുദ്ധന്മാരുടെ ബന്ധത്തിലാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. അതുപോലെ മനുഷ്യവേഷത്തിൽ മൽക്കിസേദെക്കായി വന്നത് സ്വർഗത്തിലെ ഒരു ദൂതനായിരുന്നെങ്കിൽ ഏലിയാവായി വന്നത് സ്വർഗമാകുന്ന പർദീസ് എന്നുമുള്ള ഒരു മറ്റൊരു ദൂതനായിരുന്നു. ദൈവത്തിന് വിവിധ സ്ഥലങ്ങളിൽ ദൂതന്മാരെന്ന് നമുക്കറിയാമല്ലോ. ഏലിയാവ് എടുക്കപ്പെട്ട സ്വർഗത്തിലേക്കല്ല, സ്വർഗത്തിലേക്കാണ് എന്നുള്ളതും മരണം കാണാതെ എന്നീ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ലാത്തതും ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു മരണം കാണാതെ പറഞ്ഞിട്ടില്ല. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ദൂതന്മാർക്ക് മരണമില്ല, ജഡമരണമില്ല. പക്ഷെ മനുഷ്യനായി വന്നപ്പോൾ അവൻ മനുഷ്യനായിരുന്നു. ആ ഒരു അതിലാണ് അവൻ ജീവിച്ചത്. അതുകൊണ്ടാണ് അവൻ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായി തീർന്നത്, മരിക്കുമെന്നുള്ള പേടിയൊക്കെ വന്നത്. പക്ഷെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവത്തിന് മനുഷ്യനായി വരാമെങ്കിൽ ഒരു ദൂതന് മനുഷ്യ വരാം. അബ്രഹാമിന്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചില്ലേ? ദൂതന്മാരല്ലായിരുന്നോ? അവര് രഹസ്യങ്ങൾ പറഞ്ഞില്ലേ? അവരവിടെ നിന്ന് പോയില്ലേ? കിടന്ന് താമസിച്ചില്ലേ? ഉറങ്ങിയില്ലേ? ഒക്കെ ചെയ്തിട്ടുണ്ട്. ദൂതന്മാർക്ക് വരാൻ സാധിക്കും. ഏലിയാവ് എടുക്കപ്പെട്ട സ്വർഗത്തിലേക്കല്ല, സ്വർഗത്തിലേക്കാണ് എന്ന് വളരെ വ്യക്തമാണ്. ഹാനോക്ക് യഥാർത്ഥ മനുഷ്യനായി ജനിച്ചുകൊണ്ടാണ് മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ മനുഷ്യനായിരുന്നില്ല ഏലിയാവ്. അതുകൊണ്ടാണ് മരണത്തെക്കുറിച്ച് പറയാതെ അവനെ സ്വർഗത്തിലേക്ക്, അവൻ എവിടുന്ന് വന്നോ അവിടേക്ക് അവന്റെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അവനെ സ്വർഗത്തിലേക്ക് ചുഴലിക്കാറ്റിൽ അഗ്നിമയ രഥവും അഗ്നി അശ്വങ്ങളും വന്ന് അവനെ കൂട്ടിക്കൊണ്ടുപോയത്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഏലിയാവിന്റെ ദൗത്യം കഴിഞ്ഞപ്പോൾ, അവന്റെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ദൈവം അവനെ എടുത്തുകൊണ്ടുപോയി. നമുക്കറിയാമല്ലോ, ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനം കഴിച്ച ശേഷമായി
ദൈവം അവനെ എടുത്തുകൊണ്ടുപോയി അസ്തോദിൽ കൊണ്ടുവിട്ടെന്നാണ്. അപ്പൊ ദൈവത്തിന് എടുത്തോണ്ട് പോകാൻ സാധിക്കും. ശുശ്രൂഷ കഴിയുമ്പോൾ എടുത്തോണ്ട് പോകും. ഇവിടെ ഇവന്റെ ശുശ്രൂഷ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഏലിയാവിന്റെ ശുശ്രൂഷ 3.5 വർഷമായിരുന്നു. അപ്പൊ അതിന് മുമ്പ് ആ കാലഘട്ടത്തോളം 3.5 വർഷമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിന് മുമ്പുള്ള സമയത്തും ഏലിയാവ് ഉണ്ടായിരുന്നു. ഏലിയാവിനുള്ള ചെന്ന് പറഞ്ഞു. പക്ഷേ പ്രത്യക്ഷത്തിൽ അവൻ ചെയ്ത ഏറ്റവും വലിയ ശുശ്രൂഷ 3 വർഷമാണ്. അപ്പോൾ അതിനോട് ബന്ധത്തിൽ അവൻ ഏൽപ്പിച്ച ദൗത്യമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ എടുക്കപ്പെടുവാൻ ഇസ്രായേൽ പ്രവാചകൻ പ്രത്യക്ഷപ്പെടുക. ഏലിയാവ് പുതിയ നിയമത്തിൽ പ്രത്യക്ഷപ്പെടാനുള്ള അത്യുന്നതന്റെ പ്രവാചകനായിരുന്ന നിഴലായിരുന്നു. അത്യുന്നതനായിരിക്കുന്ന പ്രവാചകനായിരിക്കുന്ന യോഹന്നാൻ സ്നാപകന്റെ നിഴലായി പ്രത്യക്ഷപ്പെട്ട പറുദീസയിലെ ഒരു ദൂതനായിരുന്നു ഏലിയാവ്. ആരായിരുന്നു മൽക്കിസദേക്ക്? അത്യുന്നതന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിന്റെ നിഴലായി സ്വർഗത്തിന് പ്രത്യക്ഷപ്പെട്ട ഒരു ദൂതനായിരുന്നു മൽക്കിസദേക്ക്. തുല്യനായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി നിഴലായി വന്നു. അപ്പോൾ അത്യുന്നതന്റെ പ്രവാചകൻ, അത്യുന്നതന്റെ പുരോഹിതൻ, അത്യുന്നതന്റെ പുത്രനെ വെളിപ്പെടുത്തി ആണ് ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത്. അത്യുന്നതന്റെ പുത്രനെ വെളിപ്പെടുത്തി സ്ത്രീയുടെ സന്തതി വെളിപ്പെടുത്തിയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭം കുറിക്കുന്നതെങ്കിൽ, അത്യുന്നതന്റെ പ്രവാചകനെ വെളിപ്പെടുത്തിയാണ് പഴയ നിയമം അവസാനിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത് പഴയ നിയമത്തിന് ആരംഭമായി ഉൽപ്പത്തി പുസ്തകത്തിൽ അത്യുന്നതന്റെ പ്രവാചകനെ വെളിപ്പെടുത്തുന്നു. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ പുത്രനെ വെളിപ്പെടുത്തുമ്പോൾ മലാഖയുടെ പ്രവചനത്തിൽ അത്യുന്നത പ്രവാചകനെ വെളിപ്പെടുത്തി ഏലിയാവിനെ വെളിപ്പെടുത്തിയാണ് പഴയ നിയമം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇവര് രണ്ടുപേരും നിഴലായിട്ട് വന്നു. ഒന്ന് മൽക്കിസദേക്കായിട്ടും ഏലിയാവായിട്ടും പ്രത്യക്ഷപ്പെട്ടു. മനുഷ്യരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ പൊരുളായിട്ട് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു അത്യുന്നത പുത്രനായി ദാവീദിന്റെ ഗോത്രത്തിൽ ജനിക്കപ്പെട്ടു. അത് നിഴലായിട്ട് വന്ന ഏലിയാവ് അവൻ പൊരുളായിട്ട് യോഹന്നാൻ സ്നാപകനായിട്ട് സെക്രിയാവിനും എലിസബത്തിനും ജനിക്കപ്പെട്ടു. അഗരോന്യ കുടുംബത്തിൽ ജനിക്കപ്പെട്ടു. ഇവര് തമ്മിൽ 6 മാസത്തെ വ്യത്യാസം. ആദ്യമായി ജനിച്ചത് യോഹന്നാൻ സ്നാപകനാണ്. രണ്ടാമതായി 6 മാസം കഴിഞ്ഞപ്പോഴാണ് തൻ്റെ പുത്രൻ ജനിക്കുന്നത്. ഇതൊക്കെ പഴയ നിയമത്തിന്റെ പ്രവചനങ്ങളാണ്. വഴിയൊരുക്കുവാൻ വേണ്ടി വന്നവൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ പ്രവാചകനായ പ്രത്യക്ഷ ഏലിയാവ് പുതിയ നിയമത്തിൽ പ്രത്യക്ഷപ്പെടാനുള്ള അത്യുന്നത പ്രവാചകന്റെ നിഴലായിരുന്നു. വംശാവലി കൂടാതെ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട മൽക്കിസദേക്കും ഏലിയാവും നിഴലായിരുന്നുവെങ്കിൽ, പുതിയ നിയമത്തിൽ യഥാക്രമം യേശു അത്യുന്നതന്റെ പുത്രനും സ്നാപക യോഹന്നാൻ അത്യുന്നതന്റെ പ്രവാചകനുമായി പൊരുളായി വെളിപ്പെടുകയും ചെയ്തു. അത്യുന്നത പുത്രനായി വെളിപ്പെടുവാനുള്ള ദൈവപുത്രനെ കുറിച്ചുള്ള പ്രവചനം ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭത്തിൽ പ്രവചിച്ചു തുടങ്ങി. നിഴലായ മൽക്കിസദേക്ക് എന്ന പേരിൽ ഗോത്രപിതാവായ അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട് അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു. പുതിയ നിയമത്തിന്റെ സ്ഥാപനത്തിനായി പൊരുളായി ലോകത്തിന്റെ രക്ഷകനായി ദൈവപുത്രൻ സാക്ഷാൽ മനുഷ്യപുത്രനായ യേശു എന്ന പേരിൽ ജഡത്തെ വെളിപ്പെട്ടു. പാപത്തിലുള്ള പരിഹാരം സ്വന്തം രക്തത്താൽ നിവൃത്തീകരിച്ചു. സ്വർഗാസ്വർഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്ത് ഭാഗത്ത് മഹാപുരോഹിതനായിരിക്കുന്നു. അതുപോലെ അത്യുന്നത പ്രവാചകനെ കുറിച്ചുള്ള പ്രവചനമാണ് പഴയ നിയമത്തിന്റെ അവസാന പുസ്തകമാണ് മലാഖയുടെ പ്രവചനത്തിൽ എഴുതി അവസാനിപ്പിക്കുന്നത്. യഹോവയുടെ പലതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കുമെന്ന് പറഞ്ഞു. മലാഖയുടെ പുസ്തകം 4-5-6 വാക്യങ്ങൾ. അപ്പോൾ ഏലിയ പ്രവാചകനെ അയച്ചു. ഇനി ഏലിയ വരുമോ? വരത്തില്ല. എന്താ കാരണം? എന്താ? ദൈവം വെച്ചാൽ അടുത്ത ദിവസം ചിന്തിക്കുക. ഇന്ന് രാത്രി സമയം തീർന്നുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതേക്കുറിച്ച് നമ്മൾ തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഏലിയാവ് മനുഷ്യനായിരുന്നില്ല. ഏലിയാവ് പറുദീസിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട ഒരു ദൂതനായിരുന്നു എന്നുള്ളത് തെളിയിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രി സമയം പോയതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം വെച്ചാൽ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ വെളിപ്പെടുത്തും. എന്താണ് സംഭവിച്ചെന്നുള്ളത് ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി ദൈവപ്പെടുത്തിയിട്ട്. പക്ഷേ നമുക്കത് യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ അവൻ മനുഷ്യനായിട്ടാണ് മറ്റുള്ളവർക്ക് മനസ്സിലായത്. അപ്പോൾ അവനെ മറ്റാർക്കും ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. അതുപോലെ യോഹന്നാൻ ഏലിയാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവനെ അന്നത്തെ ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് മനുഷ്യർക്ക് മനസ്സിലായത്. പക്ഷേ അവൻ സാക്ഷാൽ ഒരു ദൂതനായിരുന്നു. മൽക്കിസദേക്ക് ഒരു ദൂതനായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ ഏലിയാവും ഒരു ദൂതനായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടെന്നാൽ അത്യുന്നത പ്രവാചകൻ
പുതിയ നിയമത്തിൽ യോഹന്നാൻ സ്നാപകൻ എന്ന പേരിൽ പൊരുളായി ജനിച്ചു. യേശുക്രിസ്തു അത്യുന്നതിന്റെ പുത്രനായി പുതിയ നിയമത്തിൽ 6 മാസത്തെ വ്യത്യാസത്തിൽ ജനിച്ചായിട്ട് കാണാം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭത്തിൽ അത്യുന്നത പുത്രനെ കുറിച്ചുള്ള പ്രവചനമാണെങ്കിൽ മലാഖയുടെ പ്രവചനം എഴുതി അവസാനിച്ചത് ഏലിയാവാകുന്നതിനെ ഏലിയാവിനെ കുറിച്ച് ഏലിയാവായി വന്നത് യോഹന്നാൻ സ്നാപകനായിരുന്നു. യേശുക്രിസ്തു കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. രാത്രിയിൽ ഈ വചനം പഠനം അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, സത്യവചനമാണ്. അതിനകത്ത് നമ്മുടെ ബുദ്ധി ചെലുത്തേണ്ട ആവശ്യമില്ല. ഇപ്പം ദൈവത്തിന് മനുഷ്യനെ വരാൻ സാധിക്കുമെങ്കിൽ ഒരു ദൂതനും മനുഷ്യനായ ദൈവത്തിന് ഇവിടെ അയക്കാനായിട്ട് സാധിക്കും. അതാണ് സംഭവിച്ചത്. അതേക്കുറിച്ചുള്ള കാര്യ വ്യക്തമാക്കി നമ്മൾ പഠിപ്പിക്കും. ഏലിയാവ് വന്നോ എന്ന് ചോദിച്ചു. വന്നു എന്ന് യേശു പറഞ്ഞു. ഇനി ഏലിയാവ് വരത്തില്ല. അപ്പോൾ അന്ന് മലാഖയുടെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം നിവൃത്തീകരിച്ചതാണ്. അതേക്കുറിച്ച് ദൈവനിച്ചാൽ വഴി ദിവസം നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഏലിയാവ് ഒരു മനുഷ്യൻ 2 പ്രാവശ്യം ജനിക്കത്തില്ല. ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഒരു മനുഷ്യൻ ജനനമുള്ളൂ. മരണം വേണേൽ ഒന്നിലധികം പ്രാവശ്യം മരിക്കാം. നമുക്കറിയാം, ലാസർ മരിച്ചു, വീണ്ടും ജീവിച്ചു, അവൻ വീണ്ടും മരിച്ചു. അങ്ങനെ സംഭവിക്കാം. ഒരു മനുഷ്യന് ഒരൊറ്റ ജനനമേ ഉള്ളൂ, പുനർജനനമില്ല, രണ്ടാമത് വരത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏലിയാവ് വന്നു എന്ന് പറഞ്ഞാൽ ഏലിയാവ് ഒന്നാമതൊരു മനുഷ്യനായി ജനിച്ചെങ്കിൽ പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ പല മലാഖയുടെ പ്രവചനത്തിൽ പറയുന്ന ഏലിയാവ് വന്നോ എന്ന് ചോദിച്ചാൽ വരുമെന്നുള്ളത് പ്രവചനമാണ്. രണ്ടാമതൊരിക്കലും ഏലിയാവ് ജനിക്കത്തില്ല. എന്നാൽ അതിന് പകരമായി ജനിച്ചവനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. ഒരു മനുഷ്യന് ഒരിക്കൽ മാത്രമേ ജനനമുള്ളൂ. ഏലിയാവിന്റെ ആത്മാവോട് ശക്തിയോടും കൂടെ നടന്നവനാണ് എന്ന് പറഞ്ഞാൽ ഏലിയാവ് വ്യാപരിച്ച ആത്മാവോട് ശക്തിയോടും കൂടെ നടന്നവനാണ് യോഹന്നാൻ സ്നാപകൻ. അപ്പോൾ മൽക്കിസദേക്ക് ദൂതനായിരുന്നു, ഏലിയാവ് ദൂതനായിരുന്നു. കാരണം ഒരു മനുഷ്യന് ഒരൊറ്റ പ്രാവശ്യമേ ജനിക്കാൻ സാധിക്കത്തുള്ളൂ. വേണം മരിക്കാം, ഒന്നിലധികം പ്രാവശ്യം വേണം മരിക്കാം. മരിച്ചിട്ട് വീണ്ടും ജീവിച്ചിട്ട് വീണ്ടും മരിക്കാം. എന്നാൽ വീണ്ടും പുനർജനനമെന്നില്ല. അപ്പോൾ ഏലിയാവ് വീണ്ടും ജനിക്കുകയല്ല ചെയ്തത്. നിഴലായതുകൊണ്ടാണ് പൊരുളായിട്ട് യോഹന്നാൻ വംശാവലിയോടുകൂടി ജനിച്ചു. യോഹന്നാൻ സ്നാപകന്റെ വംശാവലിയോടുകൂടി അവൻ ജനിച്ചത്. യേശുക്രിസ്തു ജനിച്ചപ്പോൾ വംശാവലിയോടുകൂടിയാണ് ജനിച്ചത്. എന്നാൽ മൽക്കിസദേക്കിൽ വംശാവലിയും ആരംഭോവസാനം ഇല്ലായിരുന്നു. എന്നാൽ ഏലിയാവിനും ഇല്ലായിരുന്നു. എന്നാൽ അവർക്ക് പൊരുളായി വന്നവർക്ക് ഈ വംശാവലി ഉണ്ടായിരുന്നു. ദൈവച്ചാൽ തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. രാത്രിയിൽ കണ്ണടയ്ക്കാം, നമ്മുടെ സംശയങ്ങൾ മാറണം. നിശ്ചയമായിട്ടും ഈ വചനത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള വചനപരമായിട്ടുള്ള സത്യം തെളിയിക്കുവാൻ ഞാൻ ഉത്തരവാദപ്പെട്ടവനാണ്. ദൈവച്ചാൽ കഥ വരാൻ താമസിച്ചാൽ അടുത്ത ക്ലാസ്സിൽ അത് വ്യക്തമാക്കി തീർക്കുമെന്നുള്ള ദൂത് കൈമാറിക്കൊണ്ട് കഥാവിനോട് ഒരുക്കപ്പെടുവാൻ ദൈവമായ കഥ നമ്മെ സഹായിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്തുകൊണ്ട് കർത്താവിന് വേണ്ടി കാത്തിരിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.